നമ്മുടെ മനുഷ്യ ചരിത്രത്തിൻ്റെ കുറേ സമയത്തൊക്കെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു ടൂളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതായത് നക്ഷത്രങ്ങളൊക്കെ എന്നും ഒരു മാറ്റവുമില്ലാതെ വലിയ അത്ഭുതമായിട്ട് നിൽക്കുന്നു. മരങ്ങൾ വളരുന്നു, പുഴകൾ ഒഴുകുന്നു, മൃഗങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, മേഘങ്ങൾ നീങ്ങുന്നു. പക്ഷേ ആകാശത്തെ നക്ഷത്രങ്ങൾ മാത്രം ഒരു മാറ്റവുമില്ലാതെ എല്ലാ രാത്രിയിലും ഒരേ പാറ്റേൺ ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. സോ ഈ ഒരു മാറ്റമില്ലായ്മ കണ്ടിട്ടായിരിക്കണം പണ്ട് കാലത്തുള്ളവർ വിചാരിച്ചു വെച്ചത് നക്ഷത്രങ്ങൾക്ക് ഭൂമിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സോ അവരെല്ലാം വേറെ ഏതോ ലോകത്താണ്. പഴയ സംസ്കാരങ്ങളായിട്ടുള്ള മെസ്സപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ഇന്ത്യ, ചൈന, ഗ്രീസ് എല്ലാം എടുത്തു നോക്കിയാലും അവിടെയുള്ള ആൾക്കാരെല്ലാം കോമൺ ആയിട്ട് കരുതിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആകാശം എന്ന് പറയുന്നത് ഭൂമിക്ക് ചുറ്റുപാടുമുള്ള ഒരു താഴികക്കുടം പോലെ അടഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഭൂമിയെ കവർ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണെന്നും ഈ കൂടത്തിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന വെളിച്ചങ്ങളാണ് നക്ഷത്രം എന്നൊക്കെയാണ് പലരും പണ്ട് കാലത്ത് വിചാരിച്ചത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് മുകളിലുള്ളൊരു തോടുണ്ടെന്നും ആ തോടിൽ ചില സുഷിരങ്ങളുണ്ടെന്നും ആ സുഷിരങ്ങളിലൂടെ ദൈവികമായിട്ടുള്ള വെളിച്ചം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് നക്ഷത്രങ്ങളെന്നൊക്കെ പറഞ്ഞു. പിന്നെയും കഴിഞ്ഞപ്പോൾ ദൈവങ്ങളുടെ കയ്യിലുള്ള വിളക്കുകളാണെന്നും മരിച്ചുപോയവരുടെ ആത്മാക്കളാണ് നക്ഷത്രങ്ങളായിട്ട് മിന്നുന്നത് എന്നൊക്കെ പറയുന്ന വിശ്വാസങ്ങളുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. പക്ഷേ നല്ല രീതിയിലുള്ള നിരീക്ഷണം നടത്തിയത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള നിഗമനങ്ങൾ നടത്താൻ പറ്റിയത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നക്ഷത്രങ്ങൾ വളരെ ചിട്ടയായിട്ടാണ് പോകുന്നതെന്ന് കാണാം. അതായത് ഓരോ സീസൺ കഴിയുമ്പോഴും നക്ഷത്രക്കൂട്ടങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സീസണൽ ചേഞ്ചസിനെ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്നതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ആളുകൾ കലണ്ടർ ഉണ്ടാക്കി. എന്നിട്ട് കൃഷി എപ്പോൾ തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യണം, അപ്പോൾ ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്തണം, ഈ ഒരു രീതിയിൽ കലണ്ടറും ക്ലോക്കും ഒക്കെ ആയിട്ട് ആകാശം മാറി. എന്നാൽ ലോകത്തുള്ള പല സംസ്കാരങ്ങളും ആകാശത്തുള്ള നക്ഷത്രങ്ങളെ തീയായിട്ടാണ് കണ്ടിരുന്നതെന്ന് കാണാം. ഇപ്പോൾ ഞാനും നിങ്ങളും അവിടെ താമസിച്ചിരുന്നെങ്കിൽ നമ്മളും പറഞ്ഞേനെ ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ തീയാണെന്ന്. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ളൊരു സാധനമാണ് ഫയർ. മനുഷ്യന് ഉണ്ടാക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റും. പക്ഷേ കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭീകരമായിട്ട് മാറും. അതുകൊണ്ട് അവർ തീയെ ആരാധിച്ചിരുന്നു. മാത്രമല്ല, ഒരു തീക്കുള്ള അതേ പ്രോപ്പർട്ടീസാണ് നക്ഷത്രങ്ങളും സൂര്യനൊക്കെ കാണിക്കുന്ന നല്ല വെളിച്ചം, നല്ല ചൂട്. സൂര്യൻ ഭൂമിയെ ചൂടാക്കുന്നു, ആകാശത്ത് തിളങ്ങി നിൽക്കുന്നു. രാത്രി ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് കുറച്ചധികം ദൂരെയുള്ള തീപ്പൊരികൾ പോലെ ഇരിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോജിക്ക് എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ ദൂരെ എവിടെയോ നിന്ന് കത്തുന്ന തീയുണ്ടകളാണ് എന്നുള്ളതാണ്. പുരാതന ഗ്രീക്കുകാരുടെ പുസ്തകങ്ങളിലാണ് അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ ലോജിക്കലായി ചിന്തിച്ചു എന്നതിനെ പറ്റി പറയുന്നത്. അനക്സഗോറസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ അക്കാലത്ത് വളരെ വലിയൊരു സംശയം പറഞ്ഞു. സംശയമല്ല, ഒരു നിഗമനമാണ്. അതായത് സൂര്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വലിയ പാറക്കല്ലാണെങ്കിലോ നക്ഷത്രങ്ങൾ അതുപോലെയുള്ള സാധനങ്ങളായിരിക്കാം എന്നൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി. ദൈവങ്ങളുടെ ലോകത്ത് നിന്ന് നക്ഷത്രങ്ങളെ മാറ്റിയിട്ട് പ്രകൃതിയുടെ ഭാഗമായിട്ട് സൂര്യനെയും നക്ഷത്രങ്ങളെയും കണ്ടു എന്നുള്ളതാണ് ഈ ഒരു ചിന്താഗതിയുടെ ഹൈലൈറ്റ്. പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും നക്ഷത്രങ്ങൾ തീയാണ് എന്നുള്ള ചിന്ത നൂറ്റാണ്ടുകളോളം ആളുകൾ വിശ്വസിച്ചിരുന്നു. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ആകാശം എന്ന് പറയുന്നത് ഈഥർ എന്ന് പറയുന്ന സ്പെഷ്യൽ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും ഭൂമിയിലുള്ള മണ്ണ്, വെള്ളം, കാറ്റ്, തീ എന്നിവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈഥർ എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഒരിക്കലും മാറാത്ത വെളിച്ചങ്ങളാണെന്ന് കരുതേണ്ടി വരും. ഏതാണ്ട് 2000 വർഷത്തോളമാണ് ലോകത്ത് ജീവിച്ചു മരിച്ച എല്ലാ ആളുകളും ഇങ്ങനെ വിശ്വസിച്ചത്. ഭൂമിയാണ് സെൻറ്റർ, അതിനു ചുറ്റും ചന്ദ്രനും സൂര്യനും ഗ്രഹങ്ങളും കറങ്ങുന്നു, ഏറ്റവും പുറത്തുള്ള പാളിയിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വച്ചിരിക്കുന്നു. അതൊക്കെയാണ് പിക്ചർ. പക്ഷേ നമ്മൾ അന്വേഷിച്ച് പോകുന്തോറും പഴയ വിശ്വാസങ്ങളിൽ വിള്ളൽ വരാൻ തുടങ്ങും. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആസ്ട്രോണമർ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ആകാശം നോക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടിയത്. നമുക്കറിയാം, 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടെത്തിയിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ പല കാര്യങ്ങളും കണ്ടെത്തി. ആകാശത്തെ വെളുത്ത പുകപടലം എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സിയുടെ ഭാഗമാണെന്നും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ടെന്നും ഒക്കെ ഗലീലിയോ കണ്ടെത്തിയിരുന്നു. സോ ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ ഉപകരണം വന്നതോടുകൂടി പ്രപഞ്ചം നമ്മൾ വിചാരിച്ചതിൽ നിന്നും ഭയങ്കര വലുതാണെന്ന് ലോകത്തിന് മനസ്സിലായി. പിന്നീട് അതിനുശേഷം വന്നവർ കുറേ കാര്യങ്ങൾ കൂടി കണ്ടെത്തി. എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെ അല്ല, ചിലതിന് നല്ല വെളിച്ചമുണ്ട്, ചിലത് മങ്ങിയതാണ്, ചിലതിന് പല നിറമുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നക്ഷത്രങ്ങൾ വെറും വെളിച്ചങ്ങളല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള എന്തോ വസ്തുക്കളാണ്. പക്ഷേ അവ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നത്? ഈ ചോദ്യം ഉണ്ടല്ലോ, അത് ഭയങ്കര മിസ്റ്ററി ആയിരുന്നു. 18-ാം നൂറ്റാണ്ടായപ്പോൾ ഫിലോസഫിയൊക്കെ മാറ്റി വെച്ചിട്ട് ഫിസിക്സ് ഇതിന് ഉത്തരം കണ്ടെത്താൻ തുടങ്ങി. കാരണം പലതരത്തിലുള്ള മെത്തേഡുകളിലൂടെ എന്താണ് സത്യം, എന്തിനൊക്കെയാണ് എവിഡൻസ് ഉള്ളത്, എന്തൊക്കെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് എന്ന് പറയാൻ ഫിസിക്സിന് കഴിയുമായിരുന്നു.
അപ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് സൂര്യനെക്കുറിച്ചാണ് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും ധാരണ എത്തി. കാരണം സൂര്യനെ പോലെയുള്ള മറ്റ് തിളങ്ങുന്ന വസ്തുക്കളാണ് നക്ഷത്രങ്ങളെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ആ ക്ലൂ ഉപയോഗിച്ചുകൊണ്ട് അവർ ചിന്തിച്ചപ്പോഴാണ് സൂര്യന് ഭയങ്കരമായ തീയും ചൂടും വെളിച്ചമുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഭൂമിയിൽ എത്തുന്നുള്ളൂ, ബാക്കിയൊക്കെ തന്നെ പല സൈഡിലേക്ക് സ്പ്രെഡായി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. എങ്കിലും ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നടക്കാൻ സൂര്യനിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ചൂട് മതി എന്നും പിടികിട്ടി. സോ സൂര്യൻ ഇത്രയും എനർജി എവിടെ നിന്നാണ് വരുന്നത്? അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അന്നത്തെ മനുഷ്യർ ചിന്തിച്ചത് സിമ്പിൾ ഉത്തരമാണ്: തീ. നമ്മൾ മരമോ കൽക്കരിയോ ഒക്കെ കത്തിക്കുമ്പോൾ അത് ഓക്സിജനുമായിട്ട് ചേർന്നൊരു കെമിക്കൽ റിയാക്ഷൻ നടത്തും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കത്തൽ അല്ലെങ്കിൽ കമ്പസ്റ്റൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുന്നത്. നമ്മളിപ്പോൾ വിറവിന് തീപ്പെട്ടി വരച്ച് തീയിട്ടാലും LPG കത്തിച്ചാലും വാഹനങ്ങളുടെ എഞ്ചിൻ എടുത്താലും എന്ത് സംഭവിക്കണമെങ്കിലും അവിടെ ഓക്സിജനുമായിട്ടുള്ളൊരു റിയാക്ഷൻ നടക്കണം. ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് ചൂടും ഉണ്ടാവും, വെളിച്ചവും ഉണ്ടാവും. ഇത് ഭൂമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നക്ഷത്രങ്ങളും ഇതുപോലെയുള്ള കത്തുന്ന തീയുണ്ടകളായിരിക്കാം. പക്ഷേ മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഡിഫിക്കൽട്ടാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻ വഴി കിട്ടുന്ന എനർജിക്ക് ഒരു പരിമിതിയുണ്ട്. സൂര്യൻ മുഴുവൻ ഒരു വലിയ കൽക്കരി ഗോളമാണെന്ന് വിചാരിച്ചാൽ പോലും 5000 വർഷത്തിൽ കൂടുതൽ കത്താൻ പറ്റുന്ന ഒരു കൽക്കരിയും സൂര്യനിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്ക് 5000 വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് മനുഷ്യനറിയാം. അപ്പോൾ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഭൂമിയിൽ സൂര്യൻ കൽക്കരി കൊണ്ട് കത്തുന്ന ഒരു മെയിൻ സ്റ്റാറായിട്ട് എങ്ങനെ നിൽക്കും? അങ്ങനെ കത്തിയാൽ പോരല്ലോ. സോ അത് ഭയങ്കര ഡൗട്ടായി. അങ്ങനെ 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തലവേദനയായിട്ടത് മാറി. സൂര്യൻ ഇത്രയും എനർജി ഉണ്ടാക്കുന്നെങ്കിലും അതെങ്ങനെയാണെന്ന് ഒറ്റ മനുഷ്യനും പിടികിട്ടുന്നില്ല. അങ്ങനെ അവർ പഴയ തിയറിയൊക്കെ മാറ്റിപ്പിടിച്ചു. അവരുടെ അഭിപ്രായം ഒന്നാണ്, അതായത് സൂര്യൻ തീ പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൂമിയിലെ സാധാരണമായ തീയല്ല. സോ ഇത് മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ഫയർ അല്ലെങ്കിൽ തീ എന്നറിയണം. ഒരു തീപ്പെട്ടി ഉരച്ച് കഴിഞ്ഞാൽ തീ വരും, അടുപ്പിൽ വിറവ് എത്തും. പക്ഷേ നമുക്കിതൊക്കെ സിമ്പിളാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് ഓക്സിജന് ബോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഫയർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏത് ഇന്ധനം എടുത്താലും ആ ഇന്ധനത്തെ നമ്മൾ ചൂടാക്കി തീ പിടിപ്പിക്കുമ്പോൾ അത് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജനുള്ള ഇലക്ട്രോണും ആ ഇന്ധനത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഇലക്ട്രോണും പരസ്പരം ഷെയർ ചെയ്യും. അപ്പോൾ എക്സ്ട്രാ ഉള്ള എനർജി പുറത്തേക്ക് ചൂടായിട്ട് വരും. അതാണ് വെളിച്ചവും ചൂടുമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത്. സോ സൂര്യൻ തീയാണ്, ഭയങ്കര വലുതാണ്, കൽക്കരി കൊണ്ടൊന്നും കത്താൻ പറ്റില്ല, സൂര്യന് 5000 വർഷത്തിലധികം കത്താൻ പറ്റണം. സോ പണ്ടത്തെ ആൾക്കാർക്ക് അടുത്തൊരു ചോദ്യം വന്നു: സൂര്യൻ എത്രത്തോളം പവർഫുള്ളാണ്? കാരണം സൂര്യൻ്റെ കുറച്ച് എനർജി നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിനൊരു മറുപടി നൽകുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. കാരണം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിതിനു വേണ്ടി മനസ്സിലാക്കണം. ഒന്ന്, സൂര്യൻ ഭൂമിയോട് അടുത്തല്ല നിൽക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്നറിയണം. 2, ഭൂമിയിലേക്ക് എത്തുന്ന എനർജിയുടെ അളവ്. അതായത് സൂര്യൻ ഒരുപാട് എനർജി ഉണ്ട്, അതിൻ്റെ കുറച്ച് നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ കിട്ടുന്ന കുറച്ച് എനർജി എത്രയാണ്? ഇത് 2 അളക്കാനുള്ള ടെക്നോളജി കയ്യിലുണ്ടെങ്കിലേ നമുക്ക് സൂര്യൻ ഇത്രയും പവർഫുള്ളാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. സോ പണ്ടുള്ള സംസ്കാരങ്ങൾ സൂര്യൻ്റെ ഓരോ ചലനവും വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വച്ചിരുന്നെങ്കിലും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് എന്നുള്ളത് വളരെ വലിയ പ്രശ്നമായിരുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു വിരൽ വെച്ച് മറയ്ക്കാവുന്നത്ര വലിപ്പം മാത്രമേ സൂര്യന് ഭൂമിയിൽ ഇരുന്ന് നോക്കാൻ പറ്റൂ. സോ ഒരു ഉപകരണവും ഇല്ലാതെ നമുക്കത് എത്ര ദൂരെയാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ ആളുകളാണ് ഗ്രീക്ക് ആസ്ട്രോണമേഴ്സ്. BC 3-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ജിയോമെട്രിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യൻ എത്ര ദൂരെയുണ്ട് എന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിന് വേണ്ടി വരുന്നത് ഹാഫ് മൂൺ എന്ന് പറയുന്നൊരു പ്രതിഭാസമാണ്. അതായത് ചന്ദ്രൻ പകുതിയായിട്ട് കാണപ്പെടുന്ന സമയത്ത് ചന്ദ്രൻ്റെ പകുതി ഭാഗത്തായിരിക്കും സൂര്യപ്രകാശം അടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരു 90 ഡിഗ്രിയിൽ വരുന്ന രീതിയിലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാകുമ്പോൾ ആ ആംഗിൾ വെച്ച് നമുക്ക് ദൂരം കണക്കാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം നോക്കി. അദ്ദേഹത്തിൻ്റെ റിസൾട്ട് അത്ര കൃത്യമൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡിയ സൂപ്പറാണ്. അതായത് സൂര്യൻ ചന്ദ്രനേക്കാൾ ദൂരെയാണ് എന്നും അതുകൊണ്ട് തന്നെ ചന്ദ്രനേക്കാൾ ഭയങ്കര വലുതാണെന്നും അദ്ദേഹം കണ്ടെത്തി. നമ്മുടെ സോളാർ സിസ്റ്റം ഭയങ്കര വലുതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പിന്നെയും സമയം വേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ സൂപ്പറായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ആസ്ട്രോണമർമാർ പാരലാക്സ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉപയോഗിച്ച് ദൂരെയുള്ള വസ്തുക്കളുടെ വലിപ്പവും അകലവും കണ്ടെത്താൻ ശ്രമിച്ചു. അതായത് 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഒരു പർട്ടിക്കുലർ വസ്തുവിലേക്ക് നോക്കുമ്പോൾ ആ വസ്തുവിലുണ്ടാവുന്ന പൊസിഷൻ വെച്ച് നമുക്കതിൻ്റെ ദൂരം അളക്കാൻ പറ്റും. ഉദാഹരണത്തിന് ചന്ദ്രനെ കേരളത്തിൽ നിന്നും കാണാം, കാശ്മീരിൽ നിന്നും കാണാം. പക്ഷേ കേരളത്തിൽ നിന്ന് കാണുന്ന അതേ ആംഗിളിലായിരിക്കില്ല കാശ്മീരിൽ നിന്നാൽ കാണാൻ പറ്റുക, ചെറിയ വേരിയേഷൻ ഉണ്ടാവും. സോ നമുക്ക് കേരളവും കാശ്മീരും തമ്മിലുള്ള ദൂരം അറിയാം, ആംഗിൾ ഡിഫറൻസും അറിയാം.
ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ചന്ദ്രനിലേക്കുള്ള ദൂരം കണ്ടെത്താൻ പറ്റും. ഇതിനെയാണ് സിംപ്ലി പാരലാക്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, പലപ്പോഴും ശുക്രൻ സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭൂമിയിലെ പല ഭാഗങ്ങളിൽ നിന്ന് നിരീക്ഷിച്ച് പാരലാക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂര്യനിലേക്കുള്ള ദൂരം കണ്ടെത്താൻ പറ്റും. അങ്ങനെ 18-ാം നൂറ്റാണ്ടായപ്പോൾ ഒരു കാര്യം മനസ്സിലായി. സൂര്യൻ നമ്മളിൽ നിന്ന് ഏതാണ്ട് 15 കോടി കിലോമീറ്റർ ദൂരെയാണ്. ഇതിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് അടിസ്ഥാനപരമായിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം കിട്ടി. അങ്ങനെയാണെങ്കിൽ സൂര്യൻ്റെ യഥാർത്ഥ വലിപ്പം അളക്കണ്ടേ? ആകാശത്ത് ഏകദേശം 1/2 ഡിഗ്രി വലിപ്പത്തിലാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. ആ ദൂരവും ആ ആംഗിൾ വെച്ച് കണക്ക് കൂട്ടിയപ്പോൾ അന്നത്തെ ഗവേഷകർ ഞെട്ടിത്തരിച്ചു. സൂര്യൻ്റെ വ്യാസം, അതായത് ഡയമീറ്റർ എന്ന് പറയുന്നത് 13.9 ലക്ഷം കിലോമീറ്ററാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ വലിപ്പത്തേക്കാൾ 100-ലധികം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. സൂര്യൻ എന്ന് പറയുന്ന ഗോളത്തിൻ്റെ ഉള്ളിൽ ഭൂമിയെ പോലെയുള്ള 10 ലക്ഷം ഭൂമികളെ നിറയ്ക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയപ്പോൾ സൂര്യനെക്കുറിച്ചുള്ള ചിന്താഗതി തന്നെ മാറി. അതായത് സൂര്യൻ ചെറിയൊരു സാധനമല്ല, ഭയങ്കരമായ തീയിൽ കത്തുന്ന ഒരു വലിയ ഗോളമാണ് എന്ന് ഉറപ്പായി. പക്ഷേ ഇതിൽ നിന്ന് എത്ര എനർജിയാണ് പുറത്തു വരുന്നത്? അതിന് ഉത്തരം കിട്ടിയത് 19-ാം നൂറ്റാണ്ടിലാണ്. ആക്ടിനോമീറ്ററുകൾ പോലെയുള്ള ഉപകരണങ്ങൾ വെച്ചാണ് സൂര്യപ്രകാശത്തിൻ്റെ ഹീറ്റിംഗ് പവർ അളക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ മുകളിലെ ഓരോ സ്ക്വയർ മീറ്ററിലും, അതായത് 1 മീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം സൂര്യപ്രകാശവും ചൂടും വന്ന് വീഴുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സർഫസിലെ ഓരോ സ്ക്വയർ മീറ്ററിലും 1361 വാട്ട്സ് പെർ സ്ക്വയർ മീറ്ററാണ് സൂര്യനിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്. നമ്മൾ വാട്ട്സ് കേട്ടിട്ടില്ലേ? വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പറയാറുണ്ട് ഒരു ബൾബ് എത്ര വാട്ട്സ് എനർജി ഉപയോഗിക്കും എന്നുള്ളതിനെക്കുറിച്ച്. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. പക്ഷേ നമ്മൾ പർട്ടിക്കുലർ ടൈമിൽ പർട്ടിക്കുലർ ഏരിയയിൽ വീഴുന്ന കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ വളരെ ചെറിയൊരു ഏരിയയിൽ ഇത്രയും വരുന്നുണ്ടെങ്കിൽ സൂര്യൻ എന്ന് പറയുന്ന ഒരു വലിയ ഗോളത്തിൻ്റെ സർഫസിൽ നിന്ന് പുറത്തോട്ട് എത്രത്തോളം പോകുന്നു എന്ന് സങ്കല്പിച്ച് നോക്കിയേ. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, സൂര്യൻ്റെ മൊത്തം പവർ എന്ന് പറയുന്നത് ഏകദേശം ഓരോ സെക്കൻഡിലും 3.8 × 10⁻26 വാട്ട്സ് എനർജിയാണ്. അതായത് 380 കഴിഞ്ഞിട്ട് 24 പൂജ്യം ഇടുന്ന അത്രയും വാട്ട്സ് എനർജി അത് ഓരോ സെക്കൻഡിലും പുറത്തേക്ക് വിടുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരാശി ഇതുവരെ ഉപയോഗിച്ച മൊത്തം എനർജിയേക്കാൾ കൂടുതൽ എനർജി ഓരോ സെക്കൻഡിലും നമ്മുടെ സൂര്യൻ പുറത്തേക്ക് വിടുന്നുണ്ട്. സോ സൂര്യൻ ഇത്രയും പവർ ആണെന്ന് അറിഞ്ഞതോടുകൂടി പഴയ തീ എന്ന് പറയുന്ന തിയറിയൊന്നും സൂര്യൻ്റെ വർക്കിങ്ങിൽ പറയാൻ പറ്റില്ല എന്ന് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി. സാധാരണ രീതിയിൽ നിന്ന് കത്തുകയാണെങ്കിൽ ഇത്രയും എനർജി കോടിക്കണക്കിന് വർഷം കണ്ടിന്യൂസ്ലി തരാൻ സൂര്യന് പറ്റില്ല. അങ്ങനെയാണ് വലിയൊരു സയൻറ്റിഫിക് ക്രൈസിസ് ഉണ്ടാവുന്നത്. എവിടെ നിന്ന് സൂര്യന് എനർജി കിട്ടുന്നു? അങ്ങനെ വീണ്ടും പലതരം തള്ളുകൾ വരാൻ തുടങ്ങി. സൂര്യനിലേക്ക് എപ്പോഴും ഉൽക്കകൾ വന്ന് വീഴും, അങ്ങനെ വന്ന് വീഴുന്നത് കൊണ്ടാണ് ചൂട് വരുന്നത് എന്ന് ചിലർ പറയാൻ തുടങ്ങി. പക്ഷേ അത്രയും ഉൽക്കകൾ വരാൻ മാത്രം മെറ്റീരിയൽ ഒന്നും നമ്മുടെ സോളാർ സിസ്റ്റത്തിലില്ല. പിന്നീട് വന്നത് പ്രശസ്തനായ ലോർഡ് കെൽവിനാണ്. അദ്ദേഹം പറഞ്ഞത് സൂര്യൻ അതിൻ്റെ സ്വന്തം ഗ്രാവിറ്റി കാരണം സാവധാനം ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഒരു സാധനം ഇങ്ങനെ നമ്മൾ അമർത്തുമ്പോൾ അവിടെ ചൂടുണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ സൈക്കിളിൻ്റെ ടയറിൽ കാറ്റടിക്കാൻ വേണ്ടി പമ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാറ്റിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് പമ്പ് ചൂടാവില്ലേ? അതേപോലെ നമ്മൾ പ്രസ് ചെയ്യും തോറും ചൂട് പുറത്തു വരും. അങ്ങനെ അദ്ദേഹം കെൽവിൻ ഹെംഹോൾട്സ് മെക്കാനിസം എന്ന് വിളിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ സൂര്യൻ ചൂട് പുറത്തു വിടുന്നു എന്ന് കണക്കാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ലോർഡ് കെൽവിൻ്റെ കണക്ക് വെച്ചാണെങ്കിൽ സൂര്യന് 2 മുതൽ 3 കോടി വർഷം വരെ മാത്രമേ പ്രകാശിക്കാൻ പറ്റൂ. സ്റ്റിൽ പ്രശ്നം വന്നു. കാരണം അന്നത്തെ ഫിസിക്സ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലിയ കാര്യമാണ്. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഭൂമിയെക്കുറിച്ച് ജിയോളജിസ്റ്റുകൾ പഠിക്കുമ്പോൾ ഭൂമിക്ക് കോടിക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. പർവ്വതങ്ങൾ ഉണ്ടാകാനും പാറകൾ തേഞ്ഞു പോകാനും ഒക്കെ തന്നെ ഒരുപാട് കാലഘട്ടം വേണം. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം കൂടി ക്ലച്ച് പിടിക്കുന്ന സമയമാണ്. സോ അതനുസരിച്ച് ജീവൻ ഉണ്ടാകാനും അത് പരിണമിച്ച് ഇതുവരെ എത്താനും ഭൂമിക്ക് ഒരുപാട് പ്രായം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കെൽവിൻ പറഞ്ഞത് ശരിയാവാൻ സാധ്യതയില്ല. ഒന്നുകിൽ കെൽവിൻ പറഞ്ഞ തെറ്റാണ്, അല്ലെങ്കിൽ പരിണാമം നടക്കാൻ ഇത്രയും സമയം വേണ്ട. അങ്ങനെ കാര്യങ്ങൾ വീണ്ടും കൺഫ്യൂഷനായി. സൂര്യൻ ഭയങ്കരമായ എനർജി പുറത്തു വിടുന്നുണ്ട്, പക്ഷേ അത് കത്തുന്നത് കൊണ്ടല്ല, ഗ്രാവിറ്റി കൊണ്ടല്ല. പിന്നെ എന്താ റീസൺ? ഇതിൻ്റെ ഉത്തരം കിട്ടിയത് 20-ാം നൂറ്റാണ്ടിലാണ്. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ എനർജി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ കണ്ടെത്താൻ തുടങ്ങി. നമ്മളെന്ന് പറയുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വിപ്ലവകരമായിട്ടുള്ളൊരു തിയറി. മാസും എനർജിയും ഒന്നാണ് എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു തിയറി ഉണ്ടായിരുന്നു. ആ തിയറിയാണ് E=mc² എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കുന്നത്. ഫിസിക്സിനെന്നറിയാത്ത ഏതോ ഒരു രീതിയിലാണ് സൂര്യൻ എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഥയുടെ ഈ ഘട്ടത്തിലാണ് നമ്മുടെ അന്വേഷണം കെമിസ്ട്രി എന്ന് പറയുന്ന സുപരിചിത ലോകം വിട്ടിട്ട് ദ്രവ്യത്തിൻ്റെ ആഴത്തിലുള്ള ലോകത്തേക്ക് പോകുന്നത്, അതായത് മാറ്റർ. സൂര്യനെ ആരാണ് പവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ചോദ്യം വേണം. വാട്ട് ഈസ് മാറ്റർ? അതിനുള്ളിൽ എത്രത്തോളം എനർജി ഉണ്ട്? മനുഷ്യ ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗത്തും ദ്രവ്യവും ഊർജ്ജവും 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മാറ്റർ വേറെ, എനർജി വേറെ.
അപ്പോൾ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റഫിനെയാണ് നമ്മൾ മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് വിളിക്കുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ ചലനമോ ചൂടോ വെളിച്ചമോ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രകൃതിയിലെ രണ്ട് വ്യത്യസ്ത മേഖലകളിലായിട്ടാണ് നമ്മൾ അവരെ വച്ചിരുന്നത്. ഒരു പാറക്കല്ല് മാറ്ററാണ്, തീ എന്ന് പറയുന്നത് എനർജിയാണ്. ചലിക്കുന്ന ഒരു വസ്തുവിൽ എനർജി ഉണ്ടാകാം, പക്ഷേ ആ വസ്തുക്കൾക്ക് മാസ്സുണ്ട്. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഫിസിക്സ് കാണിച്ചു തന്നത് നമ്മൾ വിചാരിച്ചതിലും എത്രയോ വിചിത്രമാണ് നമ്മുടെ പ്രപഞ്ചം എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൻ്റെ ഈ ആഴത്തിലുള്ള രഹസ്യം കൊണ്ടുവരാൻ സഹായിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ. 1905 ഐൻസ്റ്റീൻ കുറച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്തു. അത് ഫിസിക്സിനെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചൊരു പേപ്പറായിരുന്നു. അതിലൊരു പേപ്പർ മാസും എനർജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് സയൻസിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു കുഞ്ഞൻ ഇക്വേഷനാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് E=mc². 3 സിമ്പലുകൾ മാത്രമുള്ള വളരെ ചെറിയൊരു ഇക്വേഷനാണത്. പക്ഷേ ഇത് പ്രപഞ്ചത്തെക്കുറിച്ചൊരു വളരെ വലിയ കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ കുറച്ചുകൂടി സാവധാനം പറയാം. ഈ E=mc² ഓരോ ഭാഗവും നമ്മൾ ഇഴകീറി പരിശോധിക്കണം. എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു. എനർജി പല രൂപത്തിലുണ്ടാകാം. ചൂടുണ്ട്, ചലനമുണ്ട്, വെളിച്ചമുണ്ട്, കറണ്ടുണ്ട്, റേഡിയേഷനുണ്ട്. ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാനോ മാറ്റമുണ്ടാക്കാനോ ഉള്ള കഴിവിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇതിന് വസ്തുക്കളെ ചലിപ്പിക്കാനും സാധനങ്ങൾ ചൂടാക്കാനും മെഷീനുകളെ വർക്ക് ചെയ്യിപ്പിക്കാനും ലൈറ്റ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ഇനി ഇക്വേഷനിലെ എം എന്ന് പറയുന്നത് മാസാണ്. അതായത് ഒരു വസ്തുവിൽ എത്രത്തോളം സ്റ്റഫ് അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അളവാണത്. ഒരു സാധനത്തിൽ എത്രത്തോളം മാറ്റർ ഉണ്ടെന്നും ഗുരുത്വാകർഷണ ബലം അതിനെ എത്രത്തോളം വലിക്കുന്നു എന്നും ഇത് പറഞ്ഞു തരും. ഇനി അടുത്ത ടേമാണ് സി. സി മീൻസ് പ്രകാശത്തിൻ്റെ വേഗത. സോ സി എന്ന് പറയുന്ന അക്ഷരം സെലറിറ്റാസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥവും വേഗത എന്ന് തന്നെയാണ്. സോ ഐൻസ്റ്റീൻ്റെ ഇക്വേഷനിൽ പ്രകാശത്തിൻ്റെ വേഗതയെ സ്ക്വയർ ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ആ നമ്പറിനെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്നു. അപ്പോൾ ഈ 30 കോടിയെ വീണ്ടും 30 കോടി കൊണ്ട് ഗുണിച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഇക്വേഷനെ സിമ്പിൾ ഭാഷയിലൊന്ന് വായിക്കാം. എനർജി എന്നത് മാസിനെ പ്രകാശവേഗതയുടെ വർഗ്ഗം കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. ആദ്യം നോക്കുമ്പോൾ ഇത് വെറും മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താ? മാസ് എന്നത് തന്നെ എനർജിയുടെ മറ്റൊരു രൂപമാണ്. അങ്ങനെയാണ് ഇക്വേഷൻ പറയുന്നത്. മാറ്റർ എന്ന് പറയുന്നത് വെറുതെ സ്പേസിലിരിക്കുന്ന ഒരു സാധനമല്ല. ഓരോ കുഞ്ഞു വസ്തുവിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള എനർജി സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ എനർജി പുറത്ത് കാണാത്തതിൻ്റെ കാരണം ആ കൺവേർഷൻ ഫാക്ടർ, അതായത് പ്രകാശവേഗതയുടെ സ്ക്വയർ ഭയങ്കര വലിയ സംഖ്യ ആയതുകൊണ്ടാണ്. C² അത്രയും വലുതായതുകൊണ്ട് ഒരു ചെറിയ മാസിനെ പോലും ഭയങ്കരമായിട്ടുള്ള എനർജിയാക്കി മാറ്റാൻ പറ്റും. ഇതിനെ മനസ്സിലാക്കാൻ വളരെ ചെറിയൊരു അളവ് മാറ്റർ മുഴുവനായി എനർജിയാക്കി മാറ്റുന്നതിനെ ആലോചിച്ചാൽ മതി. സപ്പോസ് 1 ഗ്രാം മാറ്ററിനെ നിങ്ങൾ ഈ ഒരു കണക്ക് പ്രകാരം എനർജിയാക്കി മാറ്റുന്നു എന്ന് കരുതുക. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ പ്രകാരം 1 ഗ്രാമിൽ നിന്ന് 90 ട്രില്യൺ ജൂൾ എനർജി ഉണ്ടാക്കാം. അതായത് 10,000 ടൺ സ്ഫോടക വസ്തുക്കൾ പൊട്ടുമ്പോൾ കിട്ടുന്ന അത്രയും എനർജി. സാധാരണ ജീവിതത്തിൽ നമ്മളിത് ശ്രദ്ധിക്കാറില്ല. കാരണം സാധാരണ കെമിക്കൽ റിയാക്ഷനുകളിൽ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് അവിടെ അനങ്ങാതെ ഇരിക്കും സാധാരണ റിയാക്ഷനിൽ. അതുകൊണ്ട് തന്നെ മാസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസം വരില്ല. പക്ഷേ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ പറയുന്നത് ആറ്റങ്ങൾക്കുള്ളിൽ അതിലും വലിയ എനർജിയുടെ ശേഖരമുണ്ട് എന്നാണ്. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് ആറ്റത്തിൻ്റെ ഉള്ളിലെ ഘടന പഠിക്കേണ്ടതായിട്ട് വന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നടന്ന പല പരീക്ഷണങ്ങളും തെളിയിച്ചത് ആറ്റങ്ങൾ നമ്മൾ പണ്ട് വിചാരിച്ചതുപോലെ മുറിക്കാൻ പറ്റാത്ത കഷ്ണങ്ങളല്ല എന്നാണ്. പകരം അതിൻ്റെ ഉള്ളിൽ വേറെയും ആളുകളുണ്ടായിരുന്നു. ഓരോ ആറ്റത്തിൻ്റെയും നടുവിലായി പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്ന ഒരു കുഞ്ഞൻ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസുകളെ ചുറ്റി ഇലക്ട്രോണുകൾ കിടക്കുന്നുണ്ട്. ആറ്റത്തിൻ്റെ വലുപ്പവുമായിട്ട് നമ്മൾ നോക്കിയാൽ ന്യൂക്ലിയസ് ഭയങ്കര ചെറുതാണ്. പക്ഷേ ആറ്റത്തിൻ്റെ മാസ് മുഴുവൻ ഇരിക്കുന്നത് അവിടെയാണ്. ഇതിൻ്റെ അർത്ഥം ഐൻസ്റ്റീൻ പറഞ്ഞ ആ ഒരു എനർജി കൂടുതലും സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ്. പ്രോട്ടോണുകളെയും ഇലക്ട്രോണുകളെയും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ചില ഫോഴ്സുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിർത്തുന്നുണ്ട്. ഈ പാർട്ടിക്കിൾസിൻ്റെ ക്രമീകരണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ആ സിസ്റ്റത്തിൻ്റെ മൊത്തം മാസിൽ ചെറിയ മാറ്റമെങ്കിലും വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ കാണാതാകുന്ന ആ ഒരു ചെറിയ മാസ് എനർജി ആയിട്ട് പുറത്തു വരും. ഇവിടെയാണ് ഐൻസ്റ്റീൻ്റെ ഇക്വേഷനുകൾ നമ്മൾ അത്യാവശ്യമായിട്ട് എടുക്കുന്നത്. മാറ്ററും എനർജിയും തമ്മിലുള്ള ഒരു പാലം പോലെയാണിത്. ഒരു ന്യൂക്ലിയർ പ്രോസസ്സിൽ മാസ് വളരെ കുറഞ്ഞ അളവിലാണ് മാറുന്നതെങ്കിലും എത്രത്തോളം എനർജി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് E=mc² ഉപയോഗിക്കാം. ഇപ്പോൾ ലബോറട്ടറിയിലേക്ക് പോയി കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ പഠിച്ചുകൊണ്ട് സയൻറ്റിസ്റ്റുകൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും.
ചില ആറ്റങ്ങൾ സ്വയം റേഡിയേഷനൊക്കെ പുറത്ത് വിട്ടിട്ട് മറ്റു ചില ആറ്റങ്ങളായി മാറും. സോ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് എനർജിയാണല്ലോ, അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അളന്ന് നോക്കുമ്പോൾ അവസാനം കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ മാസ്, അതായത് റേഡിയേഷൻ പുറത്ത് വിടുന്നതിന് മുൻപുള്ള വസ്തുവും റേഡിയേഷൻ പുറത്ത് വിട്ടതിന് ശേഷമുള്ള വസ്തുവിൻ്റെയും മാസിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ റേഡിയേഷൻ പുറത്ത് വിട്ട് കഴിയുമ്പോൾ അല്പം മാസ് കുറവാണെന്ന് കണ്ടെത്താം. സോ ഈ കുറഞ്ഞ മാസ് എത്രയാണോ അത്രയും തന്നെ എനർജിയാണ് അത് റേഡിയേഷനായിട്ട് പുറത്ത് വിട്ടിരിക്കുന്നത്. കൃത്യം ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ. ഈ കണ്ടുപിടുത്തത്തോടെ മാസും എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന കാര്യമാണെന്ന് ഏറെക്കുറെ ഉറപ്പായി. മാറ്ററിന് എനർജിയായിട്ട് മാറാൻ പറ്റും. ചില സാഹചര്യങ്ങളിൽ എനർജിക്ക് മാറ്റർ ഉണ്ടാക്കാനും പറ്റും. ഇങ്ങനെ മനസ്സിലായപ്പോൾ സൂര്യൻ്റെ രഹസ്യത്തിന് പുതിയൊരു അർത്ഥം വന്നു. സൂര്യൻ്റെ ചൂട് നമ്മൾ അറിയുന്നത് പോലെ എന്തെങ്കിലും കത്തുന്നത് കൊണ്ടോ ഗ്രാവിറ്റി കൊണ്ടോ ആണെന്ന് കരുതിയിരുന്നത് മാറി ഐൻസ്റ്റീൻ്റെ ഇക്വേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ പിളരുന്നതിലൂടെയും കൂടിച്ചേരുന്നതിലൂടെയുമാണ് സൂര്യനിൽ നിന്ന് എനർജി ഉണ്ടാകാൻ സാധ്യത എന്നുള്ളൊരു അസംഷനിലേക്ക് എത്തിച്ചേർന്നു. ഐൻസ്റ്റീൻ്റെ ഇക്വേഷനിലെ ആ വലിയ നമ്പറിനെ ഒന്ന് ഓർത്ത് നോക്കിയേ, പ്രകാശ വേഗതയുടെ സ്ക്വയർ. ആ അത്രയും നമ്പർ വലുതായതുകൊണ്ട് മാസിലുണ്ടാവുന്ന ചെറിയ വ്യത്യാസം പോലും വലിയ എനർജി ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് മനസ്സിലായപ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ പ്രോസസ്സ് വഴി അതിൻ്റെ മാസിൻ്റെ ചെറിയൊരു ശതമാനം എനർജിയായിട്ട് മാറുകയാണെന്ന് മനസ്സിലായി. സൂര്യൻ്റെ ആ വലിയ പവർ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ വരുന്ന കണക്കുകൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കണം. സൂര്യനിൽ ഏതാണ്ട് 200 കഴിഞ്ഞ് 24 വരുന്ന അത്ര കിലോഗ്രാം മാറ്റർ ഉണ്ട്. അതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രം എനർജിയാക്കി മാറ്റിയാൽ പോലും കോടിക്കണക്കിന് വർഷം പ്രകാശിക്കാൻ സൂര്യന് പറ്റും. ഐൻസ്റ്റീൻ തന്നെ തൻ്റെ ഇക്വേഷനുകൾ ആദ്യം സൂര്യൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്തിരുന്നതേയില്ല. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ തിയറിറ്റിക്കലാണ്, ഇക്വേഷനുകളാണ്. പക്ഷേ നക്ഷത്രങ്ങളുടെ എനർജി മനസ്സിലാക്കാൻ ഈ ഇക്വേഷനാണ് വഴി എന്ന് മറ്റ് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി. അങ്ങനെ 1920കളിലും 30കളിലും ന്യൂക്ലിയർ ചേഞ്ചുകളെക്കുറിച്ച് പഠിക്കുന്നവർ ഉയർന്ന ചൂടിലും പ്രഷറിലും എന്തൊക്കെ സംഭവിക്കുമെന്ന് പഠിക്കാൻ നോക്കി. നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഗ്രാവിറ്റി ഈ മാറ്ററിനെയൊക്കെ ഭയങ്കരമായി അമർത്തുന്നത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി. ഭൂമിയിൽ നടക്കാത്ത രീതിയിലുള്ള ചില റിയാക്ഷനുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകളിൽ നടക്കുമെന്ന് കണ്ടെത്തി. ചില ന്യൂക്ലിയർ റിയാക്ഷനുകൾ നടക്കുമ്പോൾ അവസാനം കിട്ടിയ ന്യൂക്ലിയസിൻ്റെ മാസ് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കുറവായിരിക്കും. സോ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ അത് എനർജിയായിട്ട് പുറത്തു മാറിയെന്ന് മനസ്സിലാവും. അതിൻ്റെ ഫലമായിട്ട് ചൂടും വെളിച്ചവും പുറത്തു വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടും. പക്ഷേ ഐൻസ്റ്റീൻ്റെ ഈ ഇക്വേഷനോടുകൂടി സൂര്യനിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറി. സ്റ്റാർസ് എന്ന് പറയുന്നത് സ്പേസിലെ വലിയ തീക്കൂട്ടമല്ല എന്നും മാറ്ററിനെ എനർജിയാക്കി മാറ്റുന്ന പ്രകൃതിദത്തമായ റിയാക്ടറുകളാണെന്നും പിടികിട്ടി. എല്ലാ ദിവസവും ഭൂമിയിലെത്തുന്ന ആ സൂര്യപ്രകാശം യഥാർത്ഥത്തിൽ ഈ ഒരു മാറ്ററിൻ്റെ റിസൾട്ടാണ്. സൂര്യപ്രകാശത്തിൻ്റെ ഓരോ കണികയിലും, സൂര്യപ്രകാശത്തിൻ്റെ കണിക എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ, ഈ ഫോട്ടോണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് സൂര്യൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരുന്ന എനർജിയുടെ അംശം കാണാൻ പറ്റും. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ നമുക്ക് നൽകിയത് സയൻസിൻ്റെ വിട്ടുപോയൊരു വലിയ പാലമാണ്. നക്ഷത്രങ്ങളുടെ വലിയ എനർജിയെ ആറ്റങ്ങളുടെ കുഞ്ഞ ലോകവുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചു. ഇതില്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോഴും സൂര്യനിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നല്ല ലേറ്റ് ആകുമായിരുന്നു. സൂര്യനിൽ എക്സാക്ട്ലി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷനാണ്. അതായത് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയം ആകുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങളിലേക്കൊന്ന് പോകണം. സോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. വെൽക്കം. ഞാൻ ഇതുവരെ പറഞ്ഞ കുറേ പോയിൻറ്റ്സ് വെച്ച് നിങ്ങൾക്കൊരു സത്യം മനസ്സിലായിട്ടുണ്ടാവും. നക്ഷത്രങ്ങൾ വെറുതെ കത്തുന്ന തീയൊന്നുമല്ല. മാറ്ററിനുള്ളിലെ വൻ എനർജി ശേഖരത്തെയാണ് അവ ഉപയോഗിക്കുന്നതും തിളങ്ങുന്നതും. ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഇക്വേഷൻ വെച്ച് മാസ് എനർജിയായി മാറുന്നു. ഇത്രയും പവർ നക്ഷത്രങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് ചെറിയൊരു മറുപടി നിങ്ങൾക്ക് കിട്ടി, ഒരുപാട് അകത്ത് കയറിയില്ലെങ്കിലും. പക്ഷേ ഈ മറുപടിയിൽ മറ്റൊരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. സത്യത്തിൽ അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള ആറ്റങ്ങൾക്കിടയിൽ നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ വഴിയാണ് നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നത് എങ്കിൽ ആ ആറ്റങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നക്ഷത്രങ്ങൾക്ക് ജനിക്കാൻ പറ്റൂ. ഇനി ആ ആറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവയുടെ ഉള്ളിലുള്ള പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ തന്നെ ഈ നക്ഷത്രം ഉണ്ടാകുന്നതിന് മുൻപ് പ്രപഞ്ചത്തിൽ വേണം. നമ്മളിങ്ങനെ ലോജിക്ക് വെച്ച് പുറകോട്ട് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു കഥ കാലത്തിൻ്റെ പിന്നിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നക്ഷത്രത്തിനുള്ളിലെ മാറ്റർ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം വരും. അതൊരു മിസ്റ്ററിയാണ്. ഇതിനെ കോസ്മോളജിയിൽ ദ ഫസ്റ്റ് സ്റ്റാർ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ പോകണം. ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഗാലക്സികളും നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും ഗ്യാസ് ക്ലൗഡ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ചരിത്രം ഇങ്ങനെ പുറകോട്ട് ഓടിച്ച് നമ്മൾ പോയി റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന സെറ്റപ്പൊക്കെ അങ്ങ് അപ്രത്യക്ഷമാവും. ഗാലക്സികൾ ഇല്ലാതെയാവും, നക്ഷത്രങ്ങൾ മാഞ്ഞു പോകും, പ്ലാനറ്റുകൾ അവിടെ ഉണ്ടാവില്ല. എല്ലാം ഭയങ്കര സിമ്പിളായൊരു യൂണിവേഴ്സ്.
അവസാനം നമ്മൾ ഒരു നക്ഷത്രം പോലും ഇല്ലാത്തൊരു ലോകത്തേക്ക് എത്തിച്ചേരും. ഇത് ഭയങ്കര സിമ്പിളായ ഒരു കാര്യമായിട്ട് തോന്നാമെങ്കിലും ഇതിലൊരു അർത്ഥമുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന തിളങ്ങുന്ന ഏതൊരു നക്ഷത്രവും എന്നെങ്കിലും ഒരു സമയത്ത് ജനിച്ചതാണ്, അതിന് ബർത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൽ ഒരു നക്ഷത്രം പോലും ഇല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നക്ഷത്രവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് അതിനുശേഷമാണ് ഫസ്റ്റ് സ്റ്റാർ രൂപപ്പെട്ടത്. പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ ഫസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്ന ചോദ്യം. ആ ഒരു ആദ്യത്തെ തീപ്പൊരി ഉണ്ടാകുന്നതിന് മുൻപ് പ്രപഞ്ചം വെറും ഇരുട്ടിലായിരുന്നു എന്നും വെളിച്ചം തരാൻ ഒരു നക്ഷത്രങ്ങളോ അതിനുള്ള മൂലകങ്ങളോ ഉണ്ടാക്കാനുള്ള ഫർണസുകളില്ല എന്നുമുള്ള തിരിച്ചറിവ്. അങ്ങനെ വരുമ്പോൾ സൂര്യന് ചുറ്റും ഇപ്പോൾ ഗ്രഹങ്ങൾ ഉള്ളതുപോലെയുള്ള പരിപാടിയൊന്നും ആദ്യകാല യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ആദ്യത്തെ പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും ഒരു ശൂന്യമായ തണുത്തുറഞ്ഞ സിമ്പിളായിട്ടുള്ള സ്ഥലം മാത്രമായിരുന്നു എന്ന് കണക്കാക്കേണ്ടി വരും. ആദ്യത്തെ നക്ഷത്രം വന്നതോടെ സീൻ മൊത്തം മാറും. നക്ഷത്രങ്ങൾ വൻ മൂലകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ചുറ്റുപാടും കിടക്കുന്ന പദാർത്ഥങ്ങൾ ചേർന്ന് ഗാലക്സികൾ ഉണ്ടായി, വെളിച്ചം നിറഞ്ഞു, പ്ലാനറ്റുകളും ജീവനുമൊക്കെ ഉണ്ടാകാൻ വേണ്ട കെമിക്കലുകൾ അവിടെ രൂപപ്പെട്ടു വന്നു. സോ സിമ്പിളായി പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഇന്ന് കാണുന്ന ഈ ഗ്ലാമറസ് ആയിട്ടുള്ള പ്രപഞ്ചമായി മാറാൻ തുടങ്ങിയത് നമ്മളീ പറയുന്ന നിമിഷം മുതലാണ്. പക്ഷേ ഇവിടെ ഗവേഷകരെ കുഴപ്പിക്കുന്നൊരു ചോദ്യമുണ്ട്. വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഗ്യാസ് ക്ലൗഡ്സ് ഗ്രാവിറ്റി കാരണം ചുരുങ്ങുമ്പോഴാണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. മേഘങ്ങളെല്ലാം കൂടി ചേർന്ന് നക്ഷത്രമാവും. ഈ ഗ്യാസുകൾ അമർന്ന് ചൂടായി അവസാനം അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ റിയാക്ഷൻ ആരംഭിക്കും. അങ്ങനെയാണ് ഒരു നക്ഷത്രം ജ്വലിച്ചു തുടങ്ങി അത് ജനിക്കുന്നത്. പക്ഷേ ഇതിന് ചില കണ്ടീഷൻസ് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇവിടെ ഉണ്ടാവണം. അതായത് പ്രപഞ്ചത്തിൽ നക്ഷത്രം ഉണ്ടാകാൻ പോകുന്ന ഭാഗത്ത് ഗ്യാസ് വേണം. ഏറ്റവും മെയിനായിട്ട് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ നിറഞ്ഞ ഗ്യാസ് മേഘം ഒരു മേഘം പോലെ ഒത്തുകൂടണം. ഗ്രാവിറ്റിക്ക് അതിനെ അമർത്താൻ പറ്റുന്ന രീതിയിൽ, തണുത്ത രീതിയിൽ അത് അവിടെ നിൽക്കണം. പിന്നെ ഈ അമരുന്ന സാധനം ന്യൂക്ലിയർ റിയാക്ഷൻ തുടങ്ങാൻ പാകത്തിന് ഡെൻസിറ്റി, നല്ല സാന്ദ്രതയുള്ളതായിരിക്കണം. മാറ്ററും മാറ്റത്തിനെ സ്വാധീനിക്കുന്ന ഫിസിക്കൽ പ്രോസസ്സുകളും ഉള്ള ഒരു പ്രപഞ്ചത്തിൽ മാത്രമേ ഇതെല്ലാം നടക്കൂ. പക്ഷേ സയൻറ്റിസ്റ്റുകൾ പണ്ടത്തെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഒരുപാട് പുറകോട്ട് പോയാൽ ഈ പറഞ്ഞ കണ്ടീഷനൊന്നും നമ്മുടെ യൂണിവേഴ്സിൻ്റെ ആദ്യകാലത്തില്ല. നക്ഷത്രങ്ങളില്ല, ഗാലക്സികളില്ല, ആറ്റങ്ങളില്ല. തുടക്കത്തിൽ ആറ്റത്തിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചം ഭയങ്കര ചൂടുള്ളതും വളരെ തിങ്ങി നിറഞ്ഞതുമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. അവിടെ പാർട്ടിക്കിൾസ് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമുക്കറിയാവുന്ന രീതിയിൽ മാറ്ററൊന്നും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ചോദ്യം ഒന്നുകൂടി കോംപ്ലക്സ് ആയി. ആദ്യത്തെ നക്ഷത്രം ഉണ്ടാകുന്നതിന് മുൻപ് അതിന് വേണ്ട സകല സാധനങ്ങളും പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? കാരണം ഹൈഡ്രജൻ ഉണ്ടാകണം, ആറ്റങ്ങൾ രൂപപ്പെടണം, ഗ്യാസ് സ്പേസിൽ മൊത്തം പരക്കണം, ഗ്രാവിറ്റി ഈ ഗ്യാസിനെ പിടിച്ച് മേഘങ്ങളാക്കണം, ആ മേഘങ്ങൾ താഴേക്ക് അമരണം. ഇതൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ നക്ഷത്രം കത്തു. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർ പ്രോബ്ലം ചോദിക്കുന്നത് ലളിതമായൊരു ചോദ്യമാണ്. ഭയങ്കര ചൂടുള്ളൊരു തുടക്കത്തിൽ നിന്ന് ആദ്യത്തെ നക്ഷത്രം ഉണ്ടാകാൻ വേണ്ട സാഹചര്യത്തിലേക്ക് പ്രപഞ്ചം എങ്ങനെ എത്തി? ഫിസിക്സിലെയും കോസ്മോളജിയിലെയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നക്ഷത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞാൽ പോരാ, മാറ്റം എങ്ങനെ ഉണ്ടായി എന്നും പ്രപഞ്ചം എങ്ങനെ പരിണമിച്ചു എന്നും അറിഞ്ഞാലേ ഇതിന് മറുപടി കൊടുക്കാൻ പറ്റും. അതായത് ആദ്യത്തെ നക്ഷത്രത്തെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ തുടക്കം തൊട്ട് യാത്ര തുടങ്ങണം. അപ്പോൾ ഇത് തുടങ്ങുന്നത് ബിഗ് ബാങ്ങിൽ നിന്നാണ്. എന്നിട്ട് അതിനുശേഷം പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ശാസ്ത്രജ്ഞർ ഈ പഴയ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നതായിട്ട് കേൾക്കാം. അതായത് ചൂട് അല്ലെങ്കിൽ ഹീറ്റ്. പഴയകാല പ്രപഞ്ചത്തിൽ, ആദ്യകാല പ്രപഞ്ചത്തിൽ വല്ലാത്ത ചൂടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം മനസ്സിലാക്കാൻ നമുക്കൊരു കുഞ്ഞു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് ഈ സംഗതി അറിയാമെന്നാണ്. പക്ഷേ ശരിക്കും എൻ്റെ ചോദ്യം ഇതാണ്: എന്താണ് ചൂട്? നമ്മൾ ഡെയിലി ലൈഫിൽ എന്നും ഒരവസ്ഥയാണ് ചൂടെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടാണെന്ന് പറയും. ഒരടുപ്പിലോ ചൂടുള്ള പാത്രത്തിലോ തൊടുമ്പോൾ നമുക്ക് പൊള്ളുന്നുണ്ട്. വെയിൽ കൊള്ളുമ്പോൾ തൊലിപ്പുറത്ത് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു കപ്പ് ചായ വച്ചിരുന്ന അതിൻ്റെ ചൂട് സാവധാനം അന്തരീക്ഷത്തിലേക്ക് പോയി ചായ തണുക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ചൂടെന്ന് പറയുന്നത് ഒരു സാധനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകുന്ന എന്തോ അദൃശ്യമായിട്ടുള്ളൊരു വസ്തുവാണ് എന്ന്. കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയൻറ്റിസ്റ്റുകൾ പോലും വിചാരിച്ചിരുന്നത് ഇതേപോലെയാണ്. ചൂടൊരു മിസ്റ്ററി ഫ്ലൂയിഡാണ്. 18-ാം നൂറ്റാണ്ടിലെ കലോറിക് തിയറി എന്നൊരു സാധനം തന്നെ ഉണ്ടായിരുന്നു. അതായത് ചൂട് എന്ന് പറയുന്നത് വസ്തുക്കൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അദൃശ്യ വസ്തുവാണെന്ന് അന്നുള്ളവർ പറഞ്ഞു. ചൂടുള്ള വസ്തുക്കളിൽ ഈ ദ്രാവകം കൂടുതലായിരിക്കുമെന്നും തണുപ്പുള്ളവയിൽ കുറവായിരിക്കുമെന്നും അവർ പറഞ്ഞു. പക്ഷേ പിന്നീട് നടന്ന കൃത്യമായ പരീക്ഷണങ്ങളിലൂടെയാണ് മനസ്സിലായത് സത്യത്തിൽ ഇതൊരു ഫ്ലൂയിഡൊന്നുമല്ല, ഒരുതരം മോഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആറ്റങ്ങളും മോളിക്യൂളും ഒക്കെ തോന്നുംപടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പരസ്പരം ഇടിക്കുന്ന ഒരു ചലനത്തെയാണ് നമ്മൾ ചൂടെന്ന് വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കാറ്റ് നിറച്ചൊരു പെട്ടി സങ്കല്പിക്കുക.
പുറമേ നിന്ന് നോക്കുമ്പോൾ പെട്ടിയിൽ കാറ്റ് അനങ്ങാതെ ഇരിക്കുകയാണ് എന്ന് തോന്നും. പക്ഷേ സത്യം പറഞ്ഞാൽ അതിനുള്ളിലെ കോടിക്കണക്കിന് മോളിക്യൂളുകൾ എല്ലാ വശത്തേക്കും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവ പരസ്പരം പെട്ടിയുടെ ഭിത്തിയിലൊക്കെ ചെന്ന് ഇടിച്ചുകൊണ്ടേയിരിക്കും. ചൂട് കൂടുതലാണെങ്കിൽ ഈ പെട്ടിക്കുള്ളിലെ വായു കാറ്റായി മാറി പരസ്പരം കൂട്ടിയിടിക്കും. ഈ വായു തണുത്തു കഴിഞ്ഞാൽ അവയുടെ ഓട്ടം സാവധാനത്തിലാകും. അപ്പോൾ സംഗതി സിമ്പിളാണ്. പാർട്ടിക്കിളുകൾ എത്ര സ്പീഡിൽ ഓടുന്നു എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറയുന്നത്. അവ പതുക്കെയാണ് ഓടുന്നതെങ്കിൽ തണുപ്പായിരിക്കും. ഇനി അവ വല്ലാത്ത സ്പീഡിലാണ് പായുന്നതെങ്കിൽ അവിടെ നല്ല ചൂടായിരിക്കും. സോ ഈ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റാണ് ചൂടെന്ന് പറയുന്നത്. പാർട്ടിക്കിളുകളുടെ ചലനവുമായി ബന്ധപ്പെട്ട എനർജി അഥവാ ഊർജ്ജത്തെയാണ് നമ്മൾ ചൂട് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഐഡിയ കുറച്ചുകൂടി ഒന്ന് എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോയി നോക്കണം. ഒരു കുഞ്ഞു മുറിയിലെ മോളിക്യൂളുകൾക്ക് പകരം പ്രപഞ്ചം മുഴുവൻ നിറയെ പാർട്ടിക്കിൾസ് ഉണ്ടെന്നും അവ എല്ലാ വശത്തേക്കും ഭ്രാന്തമായിട്ട് ഓടി നടക്കുകയാണെന്നും വിചാരിക്കുക. ഓരോ നിമിഷവും ഇവ പരസ്പരം ഭയങ്കര ശക്തിയിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ ആ പഴയ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. ബിഗ് ബാങ്ങിന് തൊട്ടു പിന്നാലെ കുറേ വസ്തുക്കൾ നിറച്ചൊരു ശൂന്യമായ സ്ഥലമായിരുന്നില്ല പ്രപഞ്ചം. പകരം എനർജിയും പാർട്ടിക്കിളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കടൽ പോലെയായിരുന്നു അത്. സകല സാധനങ്ങളും വളരെ ചെറിയൊരു സ്ഥലത്ത് അമർന്നിരിക്കുകയായിരുന്നു. അവിടെ എത്രത്തോളം ചൂടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് അടുത്ത സ്പീഡിലായിരുന്നു ഈ പാർട്ടിക്കിൾസൊക്കെ പാഞ്ഞിരുന്നത് എന്ന് പറയാം. ഭൂമിയിൽ നമ്മൾ കാണുന്ന ചൂടുമായിട്ട് ഇതിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. ചൂടെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവിടെ വ്യത്യാസമാണ്. സോ നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം. വെള്ളം തിളയ്ക്കുന്നത് ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസിലാണ്. സൂര്യൻ്റെ ഔട്ടർ ലെയറിലെ ചൂട് ഏതാണ്ട് 5500 ഡിഗ്രിയാണ്. സൂര്യൻ്റെ ഉള്ളിലാണെങ്കിൽ ഏതാണ്ട് 1.5 കോടി ഡിഗ്രി ചൂടുണ്ട്. പക്ഷേ പഴയ പ്രപഞ്ചം ഒരു നക്ഷത്രത്തിൻ്റെ ഉള്ളിലെ ചൂടിനേക്കാൾ വളരെ 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 കൂടുതലായിരുന്നു. ആ തുടക്കകാലത്ത് അവിടുത്തെ ചൂട് ട്രില്യൺ കണക്കിന് ഡിഗ്രി ആയിരുന്നു എന്ന് പറയാം. ഇത്രയും ചൂടിൽ നമുക്കറിയാവുന്ന ഒരു സാധനവും അവിടെ ഇരിക്കില്ല. ആറ്റങ്ങൾക്ക് പോലും അവിടെ നിലനിൽപ്പില്ല. കാരണം അവിടുത്തെ ഇടികൾ അത്രയും സ്ട്രോങ് ആണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണുകളെ ഈ ചൂട് പറിച്ചെറിഞ്ഞ് കളയും. എന്തിനേറെ പറയുന്നു, ആ ന്യൂക്ലിയസിന് പോലും അവിടെ സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ ഖരം, ദ്രാവകം, വാതകം എന്നൊക്കെയാണ് മാറ്ററിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇതല്ലാതെ പല അവസ്ഥകളും ഉണ്ടെന്ന് ഫിസിക്സിനറിയാം. സാധനങ്ങൾ വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ വിചിത്രമായ ചില രൂപങ്ങളിലേക്ക് അവ മാറും. സാധാരണ നമ്മൾ കാണുന്ന മെറ്റീരിയൽസ് പോലെ അല്ല നല്ല ചൂടിൽ അവ പെരുമാറുന്ന. ഉദാഹരണത്തിന് ഒരു ഗ്യാസ് വല്ലാതെ ചൂടായി അതിൽ ഇലക്ട്രോണുകൾ തെറിച്ചു പോയാൽ കിട്ടുന്ന അവസ്ഥയാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. മാറ്ററിൻ്റെ 4ാമത്തെ അവസ്ഥയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസുകളും ഫ്രീ ആയിട്ട് ഒഴുകി നടക്കുന്ന ഇലക്ട്രോണുകളും ചേർന്നിട്ടുള്ളൊരു മിശ്രിതമാണ്. നമ്മുടെ സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഈ പ്ലാസ്മ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. പക്ഷേ പണ്ടത്തെ പ്രപഞ്ചം ഈ നക്ഷത്രങ്ങളുടെ ഉള്ളിലുള്ളതിനേക്കാൾ ചൂടുള്ളതായിരുന്നു. ആ ചൂടിൽ ദ്രവ്യം പെരുമാറുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ആറ്റങ്ങളും മോളിക്യൂൾസും ഒന്നും ഇല്ലാത്ത ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു സൂപ്പ് പോലെയായിരുന്നു അത്. ഇതോടെ നമ്മളൊരു പ്രധാന പോയിന്റിലെത്തി. അതായത് ചൂടെന്ന് പറയുന്നത് മാറ്ററിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. പാർട്ടിക്കിളുകൾ ഓടുന്ന ആ ഒരു എനർജിയാണ് ചൂട്. അപ്പോൾ പ്രപഞ്ചം ഭയങ്കര ചൂടിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ളിലെ പാർട്ടിക്കിൾസിന് വല്ലാത്ത എനർജിയിൽ ഓടാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ബട്ട് ആ എനർജി എങ്ങനെയാണ് വന്നത്? അതിനുത്തരം പറയാൻ ഭയങ്കരമായിട്ടുള്ള അളവിലുള്ള മാറ്ററും എനർജിയും കൂടി ചെറിയൊരു സ്ഥലത്ത് അമർത്തി വയ്ക്കുന്നതിനെ പറ്റി നമ്മളൊന്ന് സങ്കല്പിക്കണം. ഇത്രയും സാധനങ്ങൾ തിങ്ങി ഞെരുങ്ങിയിരുന്നാൽ അവിടെ ഒരു എനർജി ഡെൻസിറ്റി ഭീകരമായ അവസ്ഥയിലുണ്ടാവും. പാർട്ടിക്കിൾസ് എപ്പോഴും പരസ്പരം ഇടിച്ചുകൊണ്ടേയിരിക്കും. അവയുടെ ആ ഒരു ചലനം അക്രമാസക്തമായിരിക്കും. ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചം വല്ലാതെ ഡെൻസും ഭയങ്കര എനർജി ഉള്ളതുമായിരുന്നല്ലോ. അതുകൊണ്ട് അതിനുള്ളിലെ പാർട്ടിക്കിൾസ് അത്രയും എനർജിയും കൊണ്ടാണ് നടന്നിരുന്നത്. ആ എനർജി തന്നെയാണ് നമുക്കൊരു ചൂടായി അനുഭവപ്പെടുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചിന്തിക്കാനായിട്ട് നിങ്ങളൊരു പൊട്ടിത്തെറി ആലോചിച്ച് നോക്കണം. ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ സ്ഥലത്തേക്ക് പെട്ടെന്ന് വൻ എനർജി വരികയാണ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് വല്ലാത്ത സ്പീഡിൽ പുറത്തേക്ക് പായുന്നത് കൊണ്ട് ആ ഭാഗം ഭീകരമായിട്ട് ചൂടാകും. അവ തമ്മിലുള്ള ഇടി ചൂടും റേഡിയേഷനും ഒക്കെ ഉണ്ടാക്കും. ബിഗ് ബാങ് എന്ന് പറയുന്നത് സ്പേസിലുണ്ടായ വെറും ഒരു പൊട്ടിത്തെറിയല്ല. പക്ഷേ സംഗതി മനസ്സിലാക്കാൻ ഈ ഉദാഹരണം സഹായിക്കും. പ്രപഞ്ചം മുഴുവൻ ഒരു വശത്തേക്ക് ഓടി പരസ്പരം ഇടിക്കുന്ന പാർട്ടിക്കിൾസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയം ആ ഇടികൾ അവിടെ ചൂടുണ്ടാക്കി. അതിനുശേഷം പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങി. അങ്ങനെ വികസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം നടന്നു. വികസിക്കുമ്പോൾ പാർട്ടികൾ തമ്മിലുള്ള ഇടം കൂടി, ഗ്യാപ്പ് കൂടി, അതായത് ഡെൻസിറ്റി കുറഞ്ഞു. ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലത്ത് എത്രത്തോളം പാർട്ടിക്കിൾസ് തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്ഥലം കൂടുമ്പോൾ ഇത്ര സ്ഥലത്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ അകലമല്ല ഇത്രയും വലിയ സ്ഥലത്തോട്ട് വരുമ്പോൾ. അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കും, ഈ ഒരു സ്ഥലത്തുള്ള പാർട്ടിക്കിൾസ് അകന്നു പോകും. അതിനാണ് ഡെൻസിറ്റി കുറയുക എന്ന് പറയുന്നത്.
അങ്ങനെ അകന്നു പോയതോടെ പാർട്ടിക്കിളുകൾ പരസ്പരം ഇടിക്കുന്നതിൻ്റെ ശക്തി കുറഞ്ഞു. ഓരോരുത്തരുടെയും ഓട്ടം പതുക്കെ പതുക്കെ വന്നു. സിമ്പിളായി പറഞ്ഞാൽ പ്രപഞ്ചം തണുക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ തണുക്കുക എന്ന് പറഞ്ഞാൽ പുറത്തെവിടെയോ ശൂന്യതയിലേക്ക് ചൂട് സ്പ്രെഡായി പോയി എന്നല്ല അർത്ഥം. അന്ന് പ്രപഞ്ചത്തിന് പുറത്ത് എന്ന് പറയുന്നൊരു സ്ഥലം ഇല്ലല്ലോ, അതുകൊണ്ട് ചൂട് എങ്ങോട്ടും പോവില്ല. പകരം സ്പേസ് വികസിച്ചത് കൊണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള എനർജി കുറഞ്ഞു. അങ്ങനെയാണ് ആ ഭാഗം മൊത്തം തണുപ്പായി മാറുന്നത്. ഒരു ക്രൗഡഡ് ആയിട്ടുള്ള മുറിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. സോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല, നടന്നാൽ മുട്ടും. പക്ഷേ ആ മുറി ഒന്ന് വലുതാക്കിയാലോ ആളുകൾക്ക് കുറച്ചുകൂടെ ഇടയ്ക്ക് സ്പേസ് കിട്ടും. അവർ തമ്മിൽ മുട്ടുന്നത് കുറയും, അവിടെയുള്ള ബഹളം കുറയും. ഈ ബഹളം കുറയുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ തണുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ പഴയ പ്രപഞ്ചത്തിൽ ഇതേ കാര്യമാണ് നടന്നത്. സ്പേസ് വലുതായപ്പോൾ പാർട്ടിക്കിൾസിന് നടക്കാൻ കൂടുതൽ സ്ഥലം കിട്ടി. അവർ തമ്മിലുള്ള ഇടപഴകൽ പതുക്കെയായി. അങ്ങനെ ചൂട് സാവധാനം കുറഞ്ഞു 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 വന്നു. ഈ ഒരു തണുക്കൽ പ്രക്രിയയാണ് പ്രപഞ്ചത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചത്. ഭയങ്കര ചൂടുള്ളപ്പോൾ പാർട്ടിക്കിൾസിന് ഒന്നിച്ചു ചേർന്ന് വലിയ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഭ്രാന്തമായ ആ ചലനം അവരെ ഒന്നിച്ച് നിൽക്കാനായിട്ട് സമ്മതിക്കില്ല. പക്ഷേ പ്രപഞ്ചം തണുത്തതോടെ പുതിയ കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി. പാർട്ടിക്കിൾസ് പരസ്പരം ചേർന്ന് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ ന്യൂക്ലിയസുകളിൽ ഇലക്ട്രോണുകൾ വന്ന് പറ്റിപ്പിടിച്ച് ആറ്റം ഉണ്ടാവാൻ തുടങ്ങി. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഗ്യാസ് മേഘങ്ങൾ ഉണ്ടായി. അവസാനം ഗ്രാവിറ്റി ഈ മേഘങ്ങളെ ഒന്നിച്ചമർത്തി നക്ഷത്രങ്ങളെ ഉണ്ടാക്കി. പക്ഷേ തുടക്കത്തിൽ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചം എനർജിയും പാർട്ടിക്കിൾസും നിറഞ്ഞ ചൂടുള്ള ഒരു കടൽ മാത്രമായിരുന്നല്ലോ. നമ്മൾ ഈ വരുന്ന വഴിക്ക് പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യമാണ് മാസിന് എനർജി ആകാൻ പറ്റും, അതുപോലെ തന്നെ എനർജിക്ക് മാസ് ആകാനും പറ്റും. ഓക്കെ, പക്ഷേ ഇന്നത്തെ ഫിസിക്സിലെ പരീക്ഷണങ്ങൾ ഈ ഒരു കാര്യം സത്യമാണെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട്. അതായത് ചെറിയൊരു സ്ഥലത്ത് വൻതോതിൽ എനർജി അമർന്നിരുന്നാൽ അവിടുത്തെ മാറ്ററിന് പാർട്ടിക്കിളായി മാറാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇന്നത്തെ ഫിസിക്സിലെ പരീക്ഷണങ്ങളിൽ ഈ മാറ്റർ എനർജി ആകുമെന്നും എനർജി മാറ്റർ ആകുമെന്നുള്ളതിന് പലതരത്തിലുള്ള തെളിവുകളുണ്ട്. അതായത് ചെറിയൊരു സ്ഥലത്ത് വൻതോതിൽ എനർജിയെ നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ അതിന് മാറ്ററിൻ്റെ പാർട്ടിക്കിൾസ് ആയി മാറാൻ പറ്റും. നമ്മുടെ പഴയ പ്രപഞ്ചത്തിൽ കൃത്യം ഇത്തരം കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ചൂട് അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ പാർട്ടിക്കിൾസിന് വല്ലാത്ത എനർജി ഉണ്ടായിരുന്നു. അവ തമ്മിലുള്ള ഇടികൾ അക്രമാസക്തമായിരുന്നു. ഇത്തരത്തിലുള്ള ഇടികൾ നടക്കുമ്പോൾ ആ എനർജിക്ക് പാർട്ടിക്കിൾസിൻ്റെ ജോഡിയായിട്ട് മാറാൻ പറ്റും. ഉദാഹരണത്തിന് ഭയങ്കര എനർജിയിലുള്ള 2 ഫോട്ടോണുകൾ തമ്മിൽ ഇടിക്കുന്നു എന്ന് വിചാരിക്കുക. ചില സാഹചര്യങ്ങളിൽ അവയുടെ എനർജിയിൽ നിന്ന് ഒരു പാർട്ടിക്കിളും അതിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആൻറ്റി പാർട്ടിക്കിളും ഉണ്ടാകാം. ഉദാഹരണത്തിന് എനർജിയിൽ നിന്ന് ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണുമാണ് ഉണ്ടാകുന്നത്. ഈ പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഓപ്പോസിറ്റാണ് എന്നതൊഴിച്ച് ബാക്കിയെല്ലാം ഇലക്ട്രോണിനെ പോലെ തന്നെയുള്ള സാധനമാണ്. അതായത് നമ്മളൊരു ഇലക്ട്രോൺ എടുത്ത് വയ്ക്കുന്നു, അതിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിട്രോൺ ഇലക്ട്രോൺ തന്നെയാണ്, പക്ഷേ അതിന് പോസിറ്റീവ് ചാർജാണ്. സോ മാസും എനർജിയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആവശ്യത്തിന് എനർജി ഉണ്ടെങ്കിൽ പുതിയ പാർട്ടിക്കിൾസ് ജനിക്കും. പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ എവിടെ നോക്കിയാലും എനർജി മാത്രമായിരുന്നു. ചൂട് അത്രയും കൂടുതലായതുകൊണ്ട് പ്രപഞ്ചം എപ്പോഴും പുതിയ പുതിയ പാർട്ടിക്കിൾസിനെയും ആൻറ്റി പാർട്ടിക്കിൾസിനെയും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു അവസാനമില്ലാത്ത കോസ്മിക് ഡാൻസ് പോലെ ഇവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പാർട്ടിക്കിൾ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ അവിടെ അവ ഇല്ലാതാകും. അതായത് അൻഹിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അങ്ങനെ അവരുടെ ആ മാസ് വീണ്ടും പ്യുവർ എനർജി ആയിട്ട് മാറും. സാധാരണഗതിയിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഫോട്ടോണുകളായിട്ടാണ് ഇത്തരത്തിൽ മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു പഴയ പ്രപഞ്ചത്തിൽ മാറ്ററും എനർജിയും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. എനർജിയിൽ നിന്ന് പാർട്ടിക്കിൾസ് ഉണ്ടായി, പാർട്ടിക്കിൾസ് തമ്മിൽ ഇടിച്ചിട്ട് വീണ്ടും എനർജിയായി മാറി. ഈ ഒരു പ്രോസസ്സ് കാരണം ആദ്യകാല പ്രപഞ്ചത്തിൽ റേഡിയേഷനും പാർട്ടിക്കിളും ഒക്കെ ചേർന്നുള്ള വിചിത്രമായിട്ടുള്ളൊരു സൂപ്പ്, ഒരു മിശ്രിതമാണ് ഉണ്ടായിരുന്നത്. പ്രപഞ്ചം വികസിക്കാനും തണുക്കാനും തുടങ്ങിയതോടെ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഭയങ്കര ചൂടുണ്ടായിരുന്നപ്പോൾ പാർട്ടിക്കിൾസ് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത് എപ്പോഴും നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ പ്രപഞ്ചം വികസിച്ച് ചൂട് കുറഞ്ഞപ്പോൾ ഇടിയുടെ എനർജി കുറഞ്ഞു. അവസാനം വലിയ പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കാൻ ആവശ്യമായ എനർജി ഇല്ലാത്ത ഒരവസ്ഥയിലെത്തി. അങ്ങനെ പുതിയ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത് സാവധാനത്തിലായി. പക്ഷേ അപ്പോഴും ഈ ഒരു അൻഹിലേഷൻ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് പല പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ ജോഡികളും പരസ്പരം കൂട്ടിയിടിച്ച് നശിച്ചില്ലാതാവാൻ തുടങ്ങി. വളരെ കുറഞ്ഞ അളവിലുള്ള പാർട്ടിക്കിൾസ് മാത്രമേ ആ കൂട്ടത്തിൽ ബാക്കിയായിട്ടുള്ളൂ. ആൻറ്റി മാറ്ററിനേക്കാൾ കൂടുതൽ മാറ്റർ എന്തുകൊണ്ടാണ് ഇവിടെ ബാക്കിയായത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഫിസിക്സിൽ ഇന്നും അത് ഭയങ്കരമായിട്ടൊരു മിസ്റ്ററിയാണ്. രണ്ടും ഒരേ അളവിലായിരുന്നു ബാക്കിയായതെങ്കിൽ അവർ പരസ്പരം ഇല്ലാതാകുമായിരുന്നു. അപ്പോൾ പ്രപഞ്ചം വെറും റേഡിയേഷൻ മാത്രം ബാക്കിയുള്ള ഒരു സ്ഥലമാകുമായിരുന്നു. പക്ഷേ അതിനു പകരം ഒരു കുഞ്ഞു വ്യത്യാസം കാരണം കുറച്ച് മാറ്റർ മാത്രം ഇവിടെ എക്സ്ട്രാ വന്നു.
ആ ബാക്കിയായ മാറ്ററാണ് പിന്നീട് നക്ഷത്രങ്ങളും ഗാലക്സികളും പ്ലാനറ്റുകളും നമ്മളുമൊക്കെയായി മാറിയത്. പ്രപഞ്ചം പിന്നെയും തണുത്തതോടെ ബാക്കിയായ പാർട്ടിക്കിൾസ് കുറച്ചുകൂടി സ്റ്റേബിൾ ആകാൻ തുടങ്ങി. ആ മിശ്രിതത്തിൽ ചില പ്രത്യേകതരം പാർട്ടിക്കിൾസ് കൂടുതലായിട്ട് വന്നു. ഇവയാണ് നമ്മുടെ മാറ്ററിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബ്ലോക്കുകൾ. ഇലക്ട്രോണുകളും ക്വാർക്കുകളുമൊക്കെ ഇതിൽ പെടുന്നവയാണ്. ക്വാർക്കുകൾ പിന്നീട് കൂടിച്ചേർന്ന് പ്രോട്ടോണും ന്യൂട്രോണുമായി മാറും. അവയാണ് പിന്നീട് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആയി മാറുന്നത്. ഈ ഒരു പാർട്ടിക്കിൾസിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ നടന്ന ആ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് പ്രപഞ്ചം തുടങ്ങിയത് ഭയങ്കര ചൂടുള്ളൊരു എനർജി ഓഷനായിട്ടായിരുന്നു എന്നും അത് വികസിക്കുകയും തണുക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് എനർജി സാവധാനം മാറ്റർ ആയത്. തുടക്കത്തിൽ ആ എനർജിയിൽ നിന്ന് പാർട്ടിക്കിൾസ് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. ആ വലിയ ഇടികളൊക്കെ അതിജീവിച്ച് അവ മുന്നേറുകയും ചെയ്തു. അവസാനം ആറ്റങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാകാൻ വേണ്ട റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളായി അവ മാറി. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം തണുക്കുക എന്ന് പറഞ്ഞാൽ വെറും ഒരു ടെമ്പറേച്ചർ കുറയൽ മാത്രമല്ല, അത് വളരെ വലിയൊരു മാറ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെയാണ് വലിയ രൂപങ്ങൾ പ്രപഞ്ചത്തിലുണ്ടാവുന്നത്. ആദ്യം കുഞ്ഞൻ പാർട്ടിക്കിൾസ് വന്നു, പിന്നെ അവ ചേർന്ന് വലിയ സാധനങ്ങളായി, പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഗ്രാവിറ്റി ഈ മാറ്ററിനെയൊക്കെ പിടിച്ചടുപ്പിച്ച് വെച്ചിട്ട് നക്ഷത്രങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ കുറേ കോടി വർഷങ്ങൾക്ക് ശേഷം മാറ്ററിൻ്റെ ചില ഭാഗങ്ങൾ ഭൂമി പോലെയുള്ള ഗ്രഹങ്ങളിൽ എത്തിച്ചേർന്നവ പിന്നീട് പല രീതിയിൽ ജീവനുള്ള വസ്തുക്കളായി മാറി ഇവോൾവ് ചെയ്ത് പ്രപഞ്ചത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടാൻ കഴിയുന്ന നമ്മളെപ്പോലെയുള്ള മനുഷ്യരായി. പക്ഷേ ആറ്റങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മാറ്ററിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സാധനം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സാധനങ്ങളാണ് പദാർത്ഥത്തിൻ്റെ മാറ്ററിൻ്റെ അസ്ഥിവാരമായിട്ട് കണക്കാക്കുന്ന ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ മലയാളത്തിൽ അടിസ്ഥാന കണങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇലക്ട്രോണുകൾ, ക്വാർക്കുകൾ. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടിക്കിളുകൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഘട്ടം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫിസിക്സ് അനുവദിക്കുന്ന അത്രയും ഉള്ളിലേക്കൊന്ന് സൂം ചെയ്ത് നോക്കണം. നമ്മൾ വല്ലാതെ ചെറുതായി വരികയാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങളിങ്ങനെ ചെറുതായി നമ്മുടെ മുന്നിലുള്ള വസ്തുക്കളുടെ അകത്തേക്ക് പോകാൻ കഴിയുന്ന, ആറ്റത്തിനകത്തേക്ക് പോകാൻ കഴിയുന്ന, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തേക്ക് പോകാൻ കഴിയുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് ചെറുതാകാൻ പറ്റുമെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിളുകളാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നിടത്തോളം അതിനെ പിന്നീട് നമുക്ക് മുറിക്കാൻ പറ്റില്ല. ഒരു കല്ല് പൊട്ടിച്ചാൽ മണലാവും, മണൽ പൊടിച്ചാൽ തരികളാവും. ആ തരികൾ ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ്. ഈ മോളിക്യൂൾസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. സോ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന കണങ്ങളാണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത്. അവ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെക്കാട്ടിയും ചെറുതാണ്. പക്ഷേ സയൻറ്റിസ്റ്റുകൾ ഈ ക്വാർക്കുകളെയും ഇലക്ട്രോണുകളെയും പരിശോധിച്ചപ്പോൾ അവർ ഒരു മതിലിൽ പോയി തട്ടി നിന്നു. അതായത് ഈ പാർട്ടിക്കിൾസിനുള്ളിൽ വേറെ ഘടനയൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്കറിയാവുന്ന മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റുകളെന്ന് പറയുന്നത് ഈ ഇലക്ട്രോണും ക്വാർക്കും ഒക്കെയാണ്. ഇതിനെയാണ് ഫിസിസ്റ്റുകൾ ഇപ്പോൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ലിസ്റ്റിലിട്ട് വിളിക്കുന്നത്. പക്ഷേ ഈ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ കല്ല് പോലെ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് മാർബിൾ പോലെയുള്ള കുഞ്ഞൻ സാധനമാണെന്ന്. എന്നാൽ മോഡേൺ ഫിസിക്സ് പറയുന്നത് ഇവയൊന്നും കുഞ്ഞു ഗോളങ്ങളോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ സ്പീഡിൽ പരന്നു കിടക്കുന്ന ഫീൽഡുകൾക്കുള്ളിലെ കുഞ്ഞു എനർജി പാക്കറ്റ്സ് പോലെയാണ് ഇവ പെരുമാറുന്നത്. ചിലപ്പോൾ അത് പാർട്ടിക്കിളാകും, ചിലപ്പോൾ അത് വേവ് ആകും, അല്ലെങ്കിൽ തരംഗമായി മാറും. ക്വാണ്ടം ഫിസിക്സിലെ വിചിത്രമായ നിയമങ്ങൾ വെച്ചാണ് ഇവ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള വിചിത്രമായ സ്വഭാവം ഉണ്ടെങ്കിലും ഇവയെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ ഈ കാണുന്ന ലോകം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. സാധാരണ മാറ്ററിനെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസ് 2 ടീമുകളായിട്ട് വരും. ഒന്നാമത്തെ ടീമാണ് നമ്മുടെ മാറ്റർ അഥവാ പദാർത്ഥങ്ങൾ, നമുക്ക് കാണാൻ കഴിയുന്ന റിയൽ വേൾഡ് ഉണ്ടാക്കിയിരിക്കുന്നവ. ക്വാർക്കുകൾ, ഇലക്ട്രോണുകൾ എന്നിവ അതിനകത്താണ് വരുന്നത്. രണ്ടാമത്തെ ടീമാണ് ഫോഴ്സ് അഥവാ ശക്തികളെ ഉണ്ടാക്കുന്നത്. സോ ഇവരൊരു മെസ്സഞ്ചറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടിക്കിൾസ് തമ്മിൽ ഇടപഴകാൻ ഇവർ ഒരു ചാലക ശക്തിയായിട്ട് നിൽക്കും. ആദ്യത്തെ നക്ഷത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ ആദ്യം മാറ്റർ ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾസിനെ ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോണാണ്. ഭയങ്കര ഭാരം കുറഞ്ഞ നെഗറ്റീവ് ചാർജുള്ള കുഞ്ഞൻ പാർട്ടിക്കിളാണത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്ന ഇലക്ട്രോണുകളാണ് കെമിസ്ട്രിയും കറണ്ടും കാന്തശക്തിയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോൺ മാത്രം ഉണ്ടായാൽ ആറ്റം ഉണ്ടാവില്ലല്ലോ. അതിന് നടുവിൽ ഒരു ന്യൂക്ലിയസ് വേണം. ഈ ന്യൂക്ലിയസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാണ്. ഹൈഡ്രജൻ ആറ്റം ഒഴിച്ച് ബാക്കി എല്ലാ ആറ്റത്തിൻ്റെയും സെൻറ്റർ ഭാഗത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. എന്നാൽ ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. സോ ഈ പ്രോട്ടോണും ന്യൂട്രോണും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് അല്ല. അവയെ ഉണ്ടാക്കിയിരിക്കുന്ന
ക്വാർക്കാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ. അതായത് പലതരം ക്വാർക്ക് ഉണ്ടെങ്കിലും സാധാരണ മാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന 2 തരം ക്വാർക്കുകൾ കൊണ്ടാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ എളുപ്പത്തിന് അവയെ അപ്പ് ക്വാർക്ക് എന്നും ഡൗൺ ക്വാർക്ക് എന്നും പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രോട്ടോണിനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും ചേർന്നതാണ്. ഇനി ഒരു ന്യൂട്രോൺ ആകട്ടെ 2 ഡൗൺ ക്വാർക്കും 1 അപ്പ് ക്വാർക്കും ചേർന്നതാണ്. കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഈ കാണുന്ന ലോകം ഉണ്ടാക്കിയെടുത്ത ഇഷ്ടികകൾ അല്ലെങ്കിൽ ബേസിക് ബ്ലോക്കാണിവ. ഫോർ എക്സാമ്പിൾ, പ്രപഞ്ചത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആറ്റമാണ് ഹൈഡ്രജൻ. ഇതിൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റാൻ ഒരു ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഹീലിയത്തിൽ 2 പ്രോട്ടോൺ സെൻറ്ററിലുണ്ട്, കൂടെ 2 ന്യൂട്രോണും ഉണ്ട്, അതിനെ ചുറ്റാൻ 2 ഇലക്ട്രോണും ഉണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഈ ഒരു വലിയ വൈവിധ്യം, അതായത് പാറകളും സമുദ്രങ്ങളും നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും സകല ജീവജാലങ്ങളും സത്യത്തിൽ വളരെ കുറച്ച് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസുകൾ പല രീതിയിൽ ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായതാണ്. പക്ഷേ വെറും മാറ്റർ മാത്രം ഉണ്ടായാൽ പറ്റില്ല, പാർട്ടിക്കിൾസ് തമ്മിൽ മിണ്ടണം, അടികൂടണം, ആകർഷിക്കണം, കൂടിച്ചേരണം. ഇതൊക്കെ നടക്കുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് അഥവാ പ്രകൃതിയിലെ അടിസ്ഥാന ശക്തികൾ വഴിയാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ തള്ളുന്നതും വലിക്കുന്നതും ഉരസുന്നതുമായിട്ടുള്ള പല ഫോഴ്സുകളും നമുക്കറിയാം. പക്ഷേ സയൻറ്റിസ്റ്റുകൾ ആഴത്തി പഠിക്കുമ്പോൾ പ്രകൃതിയിലെ സകല കാര്യങ്ങളും വെറും 4 ശക്തികളിൽ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തി. അവയാണ് പ്രകൃതിയിലെ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ്, മലയാളത്തിൽ 4 മൗലിക ബലങ്ങൾ എന്ന് പറയും. ഒന്നാമത്തെ ഫോഴ്സാണ് ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണ ബലം. വലിയ സാധനങ്ങളെ തമ്മിൽ വലിച്ചടിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഗ്രാവിറ്റി. ഗ്യാസിനെ പിടിച്ച് നക്ഷത്രങ്ങളാക്കുന്നതും പ്ലാനറ്റുകളെ സോളാർ സിസ്റ്റത്തിൽ നിർത്തുന്നതും ഗാലക്സികളെ ഒന്നിച്ച് പിടിച്ച് നിർത്തുന്നതും എല്ലാം ഗ്രാവിറ്റിയാണ്. രണ്ടാമത്തേതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതായത് ചാർജുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പരിപാടിയാണിത്. കറണ്ട്, കാന്തം, വെളിച്ചം, കെമിസ്ട്രി, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഇവയെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. മൂന്നാമത്തേതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒട്ടിപ്പിടിച്ച് നിർത്തുന്നത് ഈ അതിശക്തമായ ബലമാണ്. നാലാമത്തേതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. റേഡിയോ ആക്റ്റീവ് ഡീഗ്രഡേഷനും ന്യൂക്ലിയർ ചേഞ്ചസിനുമൊക്കെ കാരണമാകുന്നതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. സോ നിങ്ങൾക്കൊരു സർഫസ് ആയിട്ട് മനസ്സിലായില്ലേ? ഈ 4 ശക്തികളാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. നോക്കുമ്പോൾ ഇവയൊക്കെ വല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നും. അതായത് ഗ്രാവിറ്റി വലിയ വസ്തുക്കളിൽ ദൂരെ നിന്ന് വർക്ക് ചെയ്യുന്നു, ഇലക്ട്രോ മാഗ്നറ്റിസം വെളിച്ചത്തെയും ചാർജിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നു, ന്യൂക്ലിയർ ശക്തികളാണെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ മാത്രമായി നിലനിൽക്കുന്നു. പക്ഷേ മോഡേൺ ഫിസിക്സ് പറയുന്നത് ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരേ ടീമാണെന്നാണ്. കോസ്മോളജിയിലെ ഏറ്റവും ആവേശകരമായ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ ശക്തികളെല്ലാം ആക്ച്വലി ഒന്നായിരുന്നു. ഇന്നത്തെ പ്രപഞ്ചം താരതമ്യേന തണുത്താണല്ലോ ഇരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഈ 4 ശക്തികളും വേറെ വേറെ സ്വഭാവമുണ്ട്. പക്ഷേ ബിഗ് ബാങ്ങിന് പിന്നാലെയുള്ള ഭയങ്കര ചൂടിൽ കാര്യങ്ങൾ ഇങ്ങനെയല്ല. ആ ഭയങ്കര ചൂടുള്ളപ്പോൾ ഈ ശക്തികൾ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകും. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ യൂണിഫൈഡ് ഫോഴ്സ് ആയിട്ട് മാറും. ഈ യൂണിഫൈഡ് ഫോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ വെള്ളത്തിൻ്റെ 3 രൂപങ്ങളെ ആലോചിച്ച് നോക്കണം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇത് സയൻറ്റിഫിക്കലി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ അല്ല, ഇതൊരു താരതമ്യം മാത്രമാണ്. ഐസ്, വെള്ളം, നീരാവി ഇവയെ കാണാൻ എങ്ങനെയിരിക്കും? 3 ഫോമിലാണ്. പക്ഷേ സംഗതി ഒന്നല്ലേ, അതായത് H2O. ചൂട് മാറുമ്പോൾ ഒരേ സാധനം തന്നെ പല രീതിയിൽ പെരുമാറുന്നതായിട്ട് കാണാം. ഫണ്ടമെൻ്റൽ ഫോഴ്സുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. ബിഗ് ബാങ്ങിന് തൊട്ടു പിന്നാലെയുള്ള ഒരു ചൂടിൽ ഇവയെല്ലാം ഒന്നായിരുന്നു. പ്രപഞ്ചം വികസിക്കാനും തണുക്കാനും തുടങ്ങിയതോടെ ഈ വലിയ ശക്തികൾ സാവധാനം വേർപിരിയാൻ തുടങ്ങി. ഇതിനെയാണ് സിമ്മട്രി ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ആദ്യം ഒന്ന് പിരിഞ്ഞു, പിന്നെ അടുത്തത് പിരിഞ്ഞു, അങ്ങനെ സാവധാനം ഇന്ന് നമ്മൾ കാണുന്ന 4 ശക്തികളും രൂപപ്പെട്ടു വന്നു. ഈ ശക്തികൾ എങ്ങനെയാണ് വേർപിരിഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ അന്നത്തെ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ വിറങ്ങലിച്ച് നിൽക്കുന്ന ആദ്യകാല പ്രപഞ്ചത്തിൽ പാർട്ടിക്കിളുകളും ഫോഴ്സുകളും ഇന്ന് കാണുന്നത് പോലെയൊന്നും അല്ല. തണുപ്പ് കൂടുന്തോറും പാർട്ടിക്കിൾസിന് ഐഡൻറ്റിറ്റി കിട്ടി, ഫോഴ്സസ് അവരുടേതായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ തണുത്തു വരുന്ന ഒരു കോസ്മിക് ചുറ്റുപാടിൽ നിന്നാണ് പിന്നീട് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ഉണ്ടാകാൻ വേണ്ട പാർട്ടിക്കിൾസ് ജനിക്കുന്നത്, അതായത് ആറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. പക്ഷേ ഈ ശക്തികളിൽ ഒന്നിന് മാറ്ററിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ വലിയ റോളുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ പ്രോട്ടോണുകൾക്ക് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നില്ല, ആറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, നക്ഷത്രങ്ങൾ കത്തുമായിരുന്നില്ല. ആ ശക്തിയാണ് നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ സ്ട്രോങ് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ സ്ട്രോങ് ഫോഴ്സിന് വിചിത്രമായ ഒരു സ്വഭാവമുണ്ട്. അത് ഭയങ്കര ചെറിയ ദൂരത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ.
ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ വലിയ ദൂരത്തേക്ക് ഒരു പാർട്ടിക്കിൾസിനെ മാറ്റിയാൽ പിന്നെ ആ സ്ട്രോങ് ഫോഴ്സിന് ഒരു പവറും ഉണ്ടാവില്ല. ഗ്രാവിറ്റിക്കും ഇലക്ട്രോ മാഗ്നറ്റിസത്തിനുമൊക്കെ സ്പേസിൽ കുറേ ദൂരത്തിലേക്ക് സ്വാധീനിക്കാൻ പറ്റും. പക്ഷേ സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ തലത്തിൽ മാത്രം കൂട്ടിമുട്ടിയിരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ അടുത്തിരിക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു അതിശക്തമായ ഗ്ലൂ പോലെയാണ്. ന്യൂക്ലിയസിനുള്ളിൽ ഈ ഗ്ലൂ അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ നമ്മൾ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ഉള്ളിലേക്ക് നോക്കണം. നമ്മൾ നേരത്തെ കണ്ടല്ലോ, പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് അല്ല. അപ്പോൾ നമ്മൾ പ്രോട്ടോണും ഇലക്ട്രോണും ഏത് ടൈപ്പ് ക്വാർക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ ക്വാർക്കുകളെ പിടിച്ചിങ്ങനെ നിർത്തുമല്ലോ, 2 അപ്പ് ക്വാർക്ക് 1 ഡൗൺ ക്വാർക്ക്, അല്ലെങ്കിൽ 2 ഡൗൺ ക്വാർക്ക് 1 അപ്പ് ക്വാർക്ക്, ഇതിനെയൊക്കെ കൂട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുന്ന പശയാണ് ഗ്ലൂവോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ്. ക്വാർക്കുകൾക്കിടയിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ കൈമാറുന്ന ഒരു മെസ്സഞ്ചർ ആയിട്ടാണ് ഗ്ലൂവോണുകൾ വർക്ക് ചെയ്യുന്നത്. ഗ്ലൂവോൺ എന്ന പേര് തന്നെ അത്ര കറക്റ്റ് അല്ലേ? കാരണം ഇവ ശരിക്കും ക്വാർക്കുകൾ തമ്മിൽ ഒട്ടിക്കുന്നുണ്ട്. സോ ഒരു പ്രോട്ടോണിനുള്ളിൽ ഈ ഒരു ഗ്ലൂവോണുകൾ എപ്പോഴും ക്വാർക്കുകൾക്കിടയിൽ ഓടി നടന്ന് അവയെ ഒരു പ്രത്യേക സ്ട്രക്ചറിൽ ഇങ്ങനെ പിടിച്ചു നിർത്തും. ന്യൂട്രോണിലും ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ സ്ട്രോങ് ഫോഴ്സ് ഇതിലും വലിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. പ്രോട്ടോണിനും ന്യൂട്രോണിനും ഉള്ളിൽ നടക്കുന്ന ഈ ശക്തിയുടെ ചെറിയൊരു അംശം പുറത്തേക്ക് വരുന്നു. അതാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഇവയെ തമ്മിൽ ഒട്ടിച്ചു നിർത്തുന്നത്. ഇതുകൊണ്ടാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒത്തുചേർന്ന് ഹീലിയം, കാർബൺ, ഓക്സിജൻ, ഇരുമ്പ് തുടങ്ങിയ ന്യൂക്ലിയസുകൾ ഉണ്ടാകാൻ പറ്റുന്നത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഫോട്ടോണുകൾ പരസ്പരം തല്ലിപ്പിരിയുമായിരുന്നു. അപ്പോൾ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. പിന്നെ ആറ്റം ഇല്ലെങ്കിൽ കെമിസ്ട്രിയോ മോളിക്യൂളോ ആറ്റമോ പ്ലാനറ്റോ ജീവനോ ഒന്നും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന് ഈ സ്ട്രക്ചർ ഉണ്ടാകാൻ കാരണം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ തുടക്കകാലത്ത് കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, ഇത്തരത്തിൽ ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ചേർന്ന് ഇൻഗ്രീഡിയൻസായി ആറ്റങ്ങൾ ഉണ്ടായി പ്രപഞ്ചം ഉണ്ടാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്തും പ്രപഞ്ചത്തിന് ഭയങ്കര ചൂടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഭൂമിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ വമ്പൻ പാർട്ടിക്കിൾ ആക്സിലേറ്ററുകളിൽ നമുക്ക് ഇങ്ങനെയൊന്ന് പരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ആറ്റങ്ങൾ ഉണ്ടായിട്ടും ഭീകരമായിട്ടുള്ളൊരു കോസ്മിക് അടുപ്പെന്നോ റിയാക്ടർ എന്നോ വിളിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അവിടെ പാർട്ടിക്കിൾസ് ഇടിക്കുകയും കൂടിച്ചേരുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ഈ പറയുന്ന വലിയ വലിയ ആറ്റങ്ങൾ രൂപപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാവണം. ആ ഒരു കാലഘട്ടത്തെയാണ് ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. അതായത് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന പരിപാടി. നമ്മൾ മുമ്പ് പറഞ്ഞത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൂടി ചേർന്ന് ഭാരമുള്ള ന്യൂക്ലിയസ് ഉണ്ടാകുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പോൾ ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ ഉണ്ടായ ആ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ ന്യൂക്ലിയർ കുക്കിംഗ് പരിപാടി കുറേ കാലമൊന്നും നടന്നിട്ടില്ല. പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ ഇതൊരു കുഞ്ഞൻ നിമിഷം മാത്രമായിരുന്നു. ഏതാണ്ട് ആദ്യത്തെ വെറും 20 മിനിറ്റ്. ആ ഒരു വിൻഡോ കഴിഞ്ഞതോടെ പ്രപഞ്ചം തണുക്കാൻ തുടങ്ങി. പിന്നെ ഈ റിയാക്ഷനൊന്നും കാര്യമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. ഈ ഒരു ഘട്ടത്തിൻ്റെ തുടക്കത്തിൽ പ്രപഞ്ചം മുഴുവൻ ഭയങ്കര സ്പീഡിൽ ഓടി നടക്കുന്ന കോടിക്കണക്കിന് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമായിരുന്നു. ചൂട് വല്ലാതെ കൂടിയതുകൊണ്ട് അവർ എപ്പോഴും തമ്മിലിടിച്ചുകൊണ്ടേയിരിക്കും. ശരിയായ സാഹചര്യത്തിൽ അവർ തമ്മിലിടിക്കുമ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വഴി ഇവർക്ക് ഒട്ടിപ്പിടിക്കാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിൽ ചേരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഡ്യൂട്ടീരിയം എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ്റെ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള രൂപമാണ്. പക്ഷേ ഈ ഡ്യൂട്ടീരിയം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല. അവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് ചൂടാണ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാക്കിയാൽ പോലും ചുറ്റുപാടുമുള്ള റേഡിയേഷൻസ് അത്രയും പവർഫുൾ ആയതുകൊണ്ട് പെട്ടെന്ന് അതിനെ അടിച്ച് തകർക്കാൻ പറ്റും. ഒരു കത്തുന്ന അടുപ്പിനുള്ളിൽ നമ്മൾ മഞ്ഞുണ്ടാക്കാൻ നോക്കുന്നത് പോലെയാണ് ആ സമയത്തെ പ്രപഞ്ചം. അത്രത്തോളം പ്രപഞ്ചം ചൂടായിരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുണ്ടാകുന്ന ന്യൂക്ലിയസുകൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇതിനെയാണ് ഡ്യൂട്ടീരിയം ബോട്ടിൽ നെക്ക് എന്ന് ഗവേഷകർ വിളിക്കുന്നത്. വലിയ ന്യൂക്ലിയസുകൾ ഉണ്ടാകണമെങ്കിൽ ഈ ഡ്യൂട്ടീരിയം അവിടെ സ്റ്റേബിളായിട്ട് വേണം. പക്ഷേ ചൂടുള്ള സാഹചര്യം അതിനെ നശിപ്പിക്കുന്നു. പക്ഷെ പ്രപഞ്ചം വികസിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് ചൂട് സാവധാനം കുറഞ്ഞു. അവസാനം ആ റേഡിയേഷൻ്റെ എനർജി അങ്ങ് കുറയാൻ തുടങ്ങി. ഡ്യൂട്ടീരിയം ന്യൂക്ലിയസുകൾ അവിടെ തകരാതെ നിൽക്കാൻ തുടങ്ങി. ഈ തടസ്സം മാറിയതോടെ ന്യൂക്ലിയർ റിയാക്ഷനുകൾ വളരെ ഭയങ്കരമായ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തു. പ്രോട്ടോണും ന്യൂട്രോണും ഒന്നിനു പുറകെ ഒന്നായി ഒട്ടിച്ചേർന്ന് കൂടിച്ചേർന്നു. ഡ്യൂട്ടീരിയം ന്യൂക്ലിയസുകൾ മറ്റു പ്രോട്ടോണുകളുമായും ന്യൂട്രോണുകളുമായും ഇടിച്ച് കുറച്ചുകൂടി ഭാരമുള്ള ഹീലിയം ന്യൂക്ലിയസുകൾ ഉണ്ടായി. ഹീലിയം എന്ന് പറയുന്നത് ഈ കുക്കിംഗ് പ്രോസസ്സിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. ഹീലിയം ന്യൂക്ലിയസുകൾ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവയെ പിന്നീട് തകർക്കാൻ പെട്ടെന്ന് പറ്റില്ല. അങ്ങനെ അതിൻ്റെ ഭാഗമായി പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്തുണ്ടാകുന്ന കൂട്ടിയിടിയുടെ വലിയൊരു ഭാഗം പെട്ടെന്ന് ഹീലിയം ആറ്റങ്ങളായി സ്റ്റേബിളായിട്ട് നിൽക്കാൻ തുടങ്ങി.
ഹീലിയത്തിൻ്റെ കൂടെ ലിഥിയം പോലെയുള്ള വേറെ ചില ലൈറ്റ് ന്യൂക്ലിയസുകളും കുറഞ്ഞ അളവിൽ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. പക്ഷേ അക്കാലത്ത് വലിയ മൂലകങ്ങൾ ഉണ്ടാക്കാൻ പ്രപഞ്ചത്തിന് പറ്റിയില്ല. അതിന് കുറേ അധികം റിയാക്ഷനുകൾ വേണം. ആ റിയാക്ഷൻ നടക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ അന്ന് പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോസ്മിക് കുക്കിംഗ് അത്രയും മൂലകങ്ങൾ ഉണ്ടാകാൻ പാകത്തിന് കൂടുതൽ സമയം കത്തി നിന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് കാർബൺ, ഓക്സിജൻ, ഇരുമ്പ് തുടങ്ങിയ സാധനങ്ങളൊന്നും ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല. അവയൊക്കെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നക്ഷത്രങ്ങളുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻസ് ഡിസൈഡ് ചെയ്യപ്പെട്ടു. പ്രപഞ്ചത്തിലെ മാറ്ററിൻ്റെ ഭൂരിഭാഗവും ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ, അതായത് വെറും പ്രോട്ടോണുകളായി മാറി. കുറച്ച് ഭാഗം ഹീലിയവും പിന്നെ വളരെ കുറഞ്ഞ അളവിൽ ഡ്യൂട്ടീരിയവും ലിഥിയവും ഒക്കെ ഉണ്ടായി. ഈ ഒരു കോമ്പിനേഷനാണ് പ്രപഞ്ചത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നത്. ഹൈഡ്രജൻ നക്ഷത്രങ്ങൾക്ക് വേണ്ട പ്രധാന ഇന്ധനമായിട്ട് മാറി. നക്ഷത്രങ്ങൾ കത്തിക്കഴിയുമ്പോൾ ബാക്കിയാകുന്ന സാധനമായി ഹീലിയം മാറി. അതായത് വലിയ മൂലകങ്ങൾ പിന്നീട് നക്ഷത്രങ്ങൾക്കുള്ളിൽ കുക്ക് ചെയ്യപ്പെട്ടു. അവ സ്ഫോടനങ്ങളിലൂടെ സ്പേസിൽ മുഴുവൻ പരന്നു. പക്ഷേ ഇതൊക്കെ നടക്കാൻ ഇനിയും ഒരുപാട് കാലം വേണം. ബിഗ് ബാങ്ങിന് ശേഷമുള്ള ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ പ്രപഞ്ചം അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വലിയ ന്യൂക്ലിയർ റിയാക്ഷൻ അങ്ങനെ പൂർത്തിയാക്കിയായിരുന്നു. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു. പ്രപഞ്ചം വികസിക്കുന്നത് കൊണ്ട് ചൂട് പിന്നെയും കുറയാൻ തുടങ്ങി. ഫ്രീ ആയി നടക്കുന്ന പാർട്ടിക്കിൾസുകൾ തമ്മിൽ കൂടിച്ചേരാൻ ആവശ്യമായ ചൂടില്ലാത്ത ഒരവസ്ഥ നടന്നു. അങ്ങനെ ആ കോസ്മിക് അടുപ്പ് സാവധാനം അണഞ്ഞു. ആറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ട സകല സാധനങ്ങളും, പ്രോട്ടോണുകളും ഹീലിയം ന്യൂക്ലിയസും ഇലക്ട്രോണുകളും ഒക്കെ അങ്ങനെ റെഡിയായിട്ട് പ്രപഞ്ചത്തിൽ നിൽക്കുകയാണ്. പക്ഷേ അവയൊന്നും കൂടിച്ചേർന്ന് ഒരാറ്റമായിട്ടില്ല. ചാർജുള്ള പാർട്ടിക്കിൾസും റേഡിയേഷനും നിറഞ്ഞ ഒരു ചൂട് പ്ലാസ്മയായിട്ട് തന്നെ പ്രപഞ്ചം തുടർന്നു. ചുരുക്കി പറഞ്ഞാൽ മാറ്റർ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രപഞ്ചം വിജയിച്ചു. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയമായിട്ടില്ല. ഈ 20 മിനിറ്റിനുള്ളിൽ നടന്ന കാര്യങ്ങളാണ് പിന്നീട് ആറ്റങ്ങളും ഗ്യാസ് മേഘങ്ങളും ആദ്യത്തെ നക്ഷത്രങ്ങളുമായിട്ട് മാറാനുള്ള വഴിയൊരുക്കുന്നത്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ന്യൂക്ലിയസുകൾ ഉണ്ടായെങ്കിലും ഇലക്ട്രോണുകൾ ഇപ്പോഴും സ്പേസിൽ വളരെ ഫ്രീ ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. ആ ഒരു വല്ലാത്ത റേഡിയേഷൻ കാരണം ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിൽ പോയി ഒട്ടിപ്പിടിച്ച് ഒരു ആറ്റമാകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ചം അപ്പോഴും തിളങ്ങുന്ന ഒരു പ്ലാസ്മയായിട്ട് തന്നെ നിന്നു, റേഡിയേഷൻ നിറഞ്ഞ ഒരു വലിയ പുകമഞ്ഞ് പോലെ. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് പ്രപഞ്ചം പിന്നെയും വികസിച്ച് തണുത്താൽ മാത്രമേ അവിടെ വലിയ മാറ്റം സംഭവിക്കുകയുള്ളൂ. ആ മാറ്റത്തിലൂടെയാണ് ആദ്യത്തെ ആറ്റങ്ങൾ ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആ പുകമഞ്ഞ് മാറി വെളിച്ചത്തിന് വഴി കിട്ടുന്നത്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ന്യൂക്ലിയസ്, ഇലക്ട്രോൺ, റേഡിയേഷൻ. ഇവ ചേർന്നാണ് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൂട് പ്ലാസ്മയായിട്ട് നിൽക്കുന്ന. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ചാർജുള്ള പാർട്ടിക്കിൾസ് ആറ്റത്തിനുള്ളിൽ പൂട്ടിയിടപ്പെടാതെ ഫ്രീ ആയിട്ട് നടക്കുന്ന അവസ്ഥയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും ആയതുകൊണ്ട് ഈ പ്ലാസ്മ മുഴുവൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ കൊണ്ട് നിറയുകയായിരുന്നു. ഇലക്ട്രോണുകൾ വെളിച്ചത്തിൻ്റെ ഫോട്ടോണുകളെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരുന്നു, അതായത് സ്കാറ്റർ ചെയ്തുകൊണ്ടിരുന്നു. വെളിച്ചവും ചാർജുള്ള പാർട്ടിക്കിൾസും തമ്മിലുള്ള ഈ ഒരു കളിക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. വെളിച്ചത്തിന് ഒരിക്കലും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. പ്രപഞ്ചത്തിലൂടെ നീങ്ങുന്ന ഓരോ ഫോട്ടോണും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിൽ തട്ടി അങ്ങ് തെറിച്ചു പോകും. അതോടെ ഫോട്ടോണിൻ്റെ ദിശ മാറും. അത് വീണ്ടും വേറെ ഒരെണ്ണത്തിൽ പോയി തട്ടും. ഈ പരിപാടി കോടിക്കണക്കിന് തവണ അവിടെ നടന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് പ്രപഞ്ചം തിളങ്ങുന്ന ഒരു വലിയ പുകമഞ്ഞ് പോലെയായിട്ട് മാറി. കട്ടിയുള്ളൊരു മേഘത്തിനുള്ളിലേക്ക് നിങ്ങൾ ടോർച്ച് അടിക്കാൻ പോകുന്ന പോലെയാണ്, അല്ലെങ്കിൽ അടിച്ചു നടക്കാൻ പോകുന്ന പോലെയാണ്. കാരണം മേഘത്തിനുള്ളിലുള്ള കുഞ്ഞു വെള്ളത്തുള്ളികളിൽ തട്ടി ആ വെളിച്ചം എല്ലാ ഭാഗത്തേക്കും തെറിച്ച് ഇല്ലാതായി പോകും. അധികം ദൂരത്തേക്ക് ആ പ്രകാശത്തിന് പോകാൻ പറ്റില്ല. സോ ആ മേഘം വെളിച്ചം കൊണ്ട് തിളങ്ങും, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ളിലൂടെ ഒന്നും കാണാൻ പറ്റില്ല. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ പഴയ പ്രപഞ്ചവും. റേഡിയേഷൻ കാരണം പ്രപഞ്ചം തിളങ്ങുന്നുണ്ട്, ചില ആറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഫോട്ടോണുകൾ അവിടെ ട്രാപ്പായി കിടക്കുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വെളിച്ചം ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊരുപാട് ദൂരേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. പ്രപഞ്ചം വെളിച്ചത്തെ കടത്തിവിടാത്ത ഒരു ഒപ്പേക്ക് അവസ്ഥയിലായിരുന്നു. ഇതേ സമയം തന്നെ പ്രപഞ്ചം സാവധാനം വികസിച്ചുകൊണ്ടിരുന്നു. സ്പേസ് വികസിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ ഒരേ സമയം അവിടെ നടന്നു. മാറ്ററിൻ്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറഞ്ഞു, റേഡിയേഷൻ്റെ എനർജി സാവധാനം കുറഞ്ഞു. ഇതിലൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം അവിടുത്തെ ചൂട് പതിയെ പതിയെ കുറഞ്ഞു. ഈ ഒരു വലിയ സമയത്തിനുള്ളിൽ പ്രപഞ്ചം വല്ലാതെ തണുത്തുപോയി. 20 മിനിറ്റ് പ്രായമുള്ളപ്പോൾ കോടിക്കണക്കിന് ഡിഗ്രി ആയിരുന്നു അവിടുത്തെ ചൂട്. അടുത്ത ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആ ചൂട് വെറും 3000 ഡിഗ്രി ലെവലിലേക്ക് എത്തിക്കാൻ ഈ ഒരു എക്സ്പാൻഷന് സാധിച്ചു. ഡെയിലി ലൈഫിൽ ഇതൊരു വലിയ ചൂടാണെങ്കിലും
തുടക്കത്തിലെ ഒരു അവസ്ഥയെക്കുറിച്ച് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു. എങ്കിലും ഈ കാലഘട്ടത്തിൽ ഉടനീളം മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. ന്യൂക്ലിയസും ഇലക്ട്രോണും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് കൂടിച്ചേർന്ന് ആറ്റമാകാനുള്ള സാധ്യതകൾ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. കാരണം എപ്പോഴൊക്കെ ഇലക്ട്രോൺ ഒരു ആറ്റത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോഴും പ്രകാശരശ്മിയായിട്ടുള്ള ഫോട്ടോൺ വന്ന് അതിനെ ഇടിച്ചു മാറ്റും എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം 3,80,000 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പറയുന്ന ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം തുടങ്ങിയ ആറ്റങ്ങൾ രൂപപ്പെട്ടതായിട്ട് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ആ സമയത്ത് പ്രപഞ്ചത്തിൻ്റെ താപനില ഏകദേശം 3000 ഡിഗ്രി കെൽവിനായിരുന്നു. ഇന്നത്തെ പല നക്ഷത്രങ്ങളുടെയും പുറം ഭാഗത്തെ ചൂടിനേക്കാൾ കൂടുതലാണിതെങ്കിലും ഇലക്ട്രോണുകൾക്ക് പ്രോട്ടോണുകളോട് ചേർന്നിരിക്കാൻ ആവശ്യമായ ഒരു തണുപ്പ് ആ സമയത്തുണ്ടായിരുന്നു. റേഡിയേഷനിലെ ഫോട്ടോണുകൾക്ക് ഇനി ഇലക്ട്രോണുകളെ ആറ്റത്തിൽ നിന്ന് പിടിച്ചു കളയാനുള്ള പവർ ഇല്ലാത്ത അവസ്ഥയെത്തി. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായി ചേരാൻ തുടങ്ങിയതോടെ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പുതിയൊരു രൂപം അവിടെ ഉണ്ടായി, ആറ്റം. ആദ്യമുണ്ടായ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആറ്റം ഹൈഡ്രജൻ ആയിരുന്നു. ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോണിനെ പിടിച്ചു വയ്ക്കുന്നു. അവർ തമ്മിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വഴി ഒട്ടിപ്പിടിക്കുന്നു. ഇതുപോലെ തന്നെ ഹീലിയം ന്യൂക്ലിയസുകളും ഇലക്ട്രോണുകളെ പിടിച്ചു നിർത്തി ഹീലിയം ആറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ സയൻറ്റിസ്റ്റുകൾ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലൂടെ പ്രപഞ്ചം പോയി എന്ന് പറയുന്നു. പക്ഷേ ആ പേരല്പം കുഴപ്പിക്കുന്നതാണ്. കാരണം ഇലക്ട്രോണുകൾ ഇതിനു മുമ്പ് ഒരിക്കലും ന്യൂക്ലിയസുമായിട്ട് ചേർന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവ റീകമ്പൈൻ ചെയ്യുക? സത്യത്തിൽ അവർ ആദ്യമായിട്ട് കൂടിച്ചേരുന്നു എന്ന അർത്ഥത്തിലാണ് ആ പേര് വരുന്നത്. എന്നാൽ ആ പേരിനേക്കാൾ എത്രയോ വലുതായിരുന്നു ഈ മാറ്റമുണ്ടാക്കിയ ഫലങ്ങൾ. ആറ്റങ്ങൾ ഉണ്ടായതോടെ പാർട്ടിക്കിൾസിൻ്റെ ഇലക്ട്രിക് ചാർജുകൾ ബാലൻസ്ഡായി മാറി. അവർ ന്യൂട്രലായി. അങ്ങനെ ന്യൂട്രൽ ആറ്റങ്ങൾ ഉണ്ടായപ്പോൾ അവ വെളിച്ചത്തോടുള്ള പെരുമാറ്റം മാറ്റി. ആറ്റങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഫോട്ടോണുകൾ എപ്പോഴും ഫ്രീ ഇലക്ട്രോണുകളെ തട്ടി ഇടിച്ച് തെറിപ്പിക്കുമ്പോൾ വെളിച്ചം പ്രപഞ്ചത്തിൻ്റെ പ്ലാസ്മയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇലക്ട്രോണുകൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നപ്പോൾ ഈ തട്ടിത്തെറിപ്പിക്കൽ പ്രോസസ്സ് നിന്നു. ഫോട്ടോണുകൾക്കിപ്പോൾ തടസ്സമില്ലാതെ കുറേ ദൂരം സഞ്ചരിക്കാനുള്ളൊരു വഴി കിട്ടി. സത്യം പറഞ്ഞാൽ ആ കോസ്മിക് പുകമഞ്ഞങ്ങ് നീങ്ങി. പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ആദ്യമായി വെളിച്ചത്തിന് സ്പേസിലൂടെ ഫ്രീ ആയിട്ട് പായാൻ പറ്റി. കോസ്മിക് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നാണിത്. ഇതിനെ നമ്മൾ ഡീകപ്ലിംഗ് എന്ന് വിളിക്കുന്നു. അതായത് മാറ്ററും എനർജിയും തമ്മിലുള്ള ഇടതടവില്ലാത്ത കെട്ടിപ്പിടുത്തം അവസാനിച്ചു. ആ നിമിഷം റിലീസ് ചെയ്യപ്പെട്ട വെളിച്ചം എല്ലാ വശത്തേക്കും പ്രപഞ്ചത്തിലൂടെ പായാൻ തുടങ്ങി. ആ ഫോട്ടോണുകൾ ഇന്നും സഞ്ചരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രപഞ്ചം വികസിച്ചപ്പോൾ ഈ വെളിച്ചത്തിൻ്റെ തരംഗദൈർഘ്യം വലുതായി. അന്ന് ഇൻഫ്രാറെഡ് ആയിരുന്ന വെളിച്ചം ഇന്ന് മൈക്രോവേവ് തരംഗങ്ങളായി കാണപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഇന്ന് കാണുന്നതിൽ വെച്ച് ഏറ്റവും പഴയ വെളിച്ചമാണ് CMBR. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ തിളക്കം. പ്രപഞ്ചം ആദ്യമായി സുതാര്യമായ ആ നിമിഷത്തിൻ്റെ ഒരടയാളം. പക്ഷേ ഇവിടെ രസകരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ബിഗ് ബാങ്ങിന് 3,80,000 വർഷത്തിന് ശേഷമാണ് ആറ്റങ്ങൾ ഉണ്ടായത് എന്ന് നമുക്കെങ്ങനെ അറിയാം? അന്നവിടെ മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഭൂമി ഉണ്ടാകുന്നതിന് കോടിക്കണക്കിന് വർഷം മുമ്പാണ് ഇത് നടന്നത്. കുറേ തെളിവുകൾ വെച്ചാണ് സയൻറ്റിസ്റ്റുകൾ ഈ സമയം കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ കാര്യം ഫിസിക്സിലെ നിയമങ്ങളാണ്. പ്രപഞ്ചം വികസിക്കുമ്പോൾ ചൂട് എങ്ങനെ കുറയുന്നു എന്ന് സയൻറ്റിസ്റ്റുകൾക്ക് കൃത്യമായി കണക്കൂട്ടാൻ പറ്റും. പ്രപഞ്ചം എത്ര സ്പീഡിലാണ് വികസിക്കുന്നത് എന്ന് വെച്ച് നോക്കുമ്പോൾ ആറ്റങ്ങൾ ഉണ്ടാകാൻ പാകത്തിന് ചൂട് കുറയാൻ ഇത്രയും കാലം എടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തേത് നമ്മൾ ഈ പറഞ്ഞ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് തന്നെ തരുന്നൊരു തെളിവുണ്ട്. ഈ വെളിച്ചത്തിൻ്റെ പാറ്റേണുകൾ ശ്രദ്ധിച്ചാൽ ആ വെളിച്ചം പുറത്തു വന്ന സമയത്തെ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. CMBയിലെ ചെറിയ തിളക്ക വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ അത് കൃത്യമായി നമ്മുടെ തിയറിയുമായിട്ട് യോജിക്കുന്നുണ്ട്. 1965 ആർനോ പെൻസിയാസും റോബർട്ട് വിൽസണും ചേർന്നാണ് ഈ വെളിച്ചം കണ്ടെത്തിയത്. അങ്ങനെയാണ് ബിഗ് ബാങ് തിയറി ശരിയാണെന്ന് ലോകത്തിന് ഏറെക്കുറെ ഉറപ്പാവുന്നത്. അവരാദ്യം കരുതിയത് അവരുടെ റേഡിയോ ആൻറ്റിനയിൽ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് എന്നാണ്. പക്ഷേ പിന്നീടാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ വശത്തു നിന്നും ഒരു സ്റ്റാറ്റിക് നോയ്സ് വരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് CMBRൻ്റെ കൃത്യമായ മാപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3,80,000 വർഷം എന്ന് പറയുന്നത് വെറുതെ ഇട്ട ഒരു നമ്പരല്ല. നമ്മുടെ കണക്കുകൂട്ടലുകളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു കൃത്യമായ സമയമാണ്. ആദ്യത്തെ ആറ്റങ്ങൾ ജനിച്ചതും പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പഴയ വെളിച്ചം പുറത്തു വന്നതും ഈ സമയത്താണെന്ന് പറയാം. എങ്കിലും ആറ്റങ്ങൾ ഉണ്ടായെങ്കിലും വെളിച്ചത്തിന് പോകാൻ വഴി കിട്ടിയെങ്കിലും പ്രപഞ്ചം അപ്പോഴും ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല. അവിടെ അപ്പോഴും നക്ഷത്രങ്ങളോ ഗാലക്സികളോ പ്ലാനറ്റുകളോ ഇല്ല. പ്രപഞ്ചം സുതാര്യമായി മാറി എന്നത് ശരിയാണ്. പക്ഷേ സ്പേസ് മുഴുവൻ ഹൈഡ്രജനും ഹീലിയവും ഗ്യാസ് രൂപത്തിൽ വെറുതെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ഇലക്ട്രോണുകൾ എങ്ങനെ പെരുമാറുന്നുവെന്നും പ്രപഞ്ചത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഇതെങ്ങനെ വഴിമാറുന്നു എന്നും മനസ്സിലാക്കുക എന്നുള്ളത് സയൻറ്റിസ്റ്റുകൾക്ക് വളരെ വലിയ ഒരു ചലഞ്ചായിരുന്നു. നമ്മുടെ കഥയിലെ ഏറ്റവും വിചിത്രമായൊരു ഘട്ടത്തെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്.
പ്രപഞ്ചത്തിന് 3,80,000 വർഷം പഴക്കമുള്ളപ്പോൾ അത്രയും കാലം തടവറയിൽ കിടന്ന പ്രകാശം സ്വതന്ത്രമായി എന്ന് നമ്മൾ പറഞ്ഞു. പ്രപഞ്ചം ആദ്യമായിട്ട് സുതാര്യമായി. എന്നാൽ ഇവിടെയാണ് ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിരോധാഭാസം ഉള്ളത്. അതായത് വെളിച്ചം സ്വതന്ത്രമായത് മുതൽ പ്രപഞ്ചം ഭീകരമായ ഇരുട്ടിലേക്ക് വീണ്ടും വീണു. കാരണം ആ വെളിച്ചം അങ്ങ് സ്പ്രെഡായി, പിന്നെ സോഴ്സ് ഒന്നുമില്ല. സങ്കല്പിച്ച് നോക്കിയേ, ഇന്നത്തെ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഗാലക്സികളോ ഒന്നുമില്ലാത്തൊരു കാലം. ആകാശത്തേക്ക് നോക്കാൻ അന്ന് ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അയാൾ ചുറ്റും നോക്കുമ്പോൾ ഭീകരമായിട്ടുള്ള ശൂന്യത മാത്രമാണ്. എത്ര ടെലസ്കോപ്പ് വെച്ച് നോക്കിയാലും കുറേ ഹൈഡ്രജന് ഹീലിയോ നിറഞ്ഞൊരു പ്രപഞ്ചം മാത്രമേ കാണാൻ പറ്റൂ. ഒരു പുകമഞ്ഞ് മാത്രമേ കാണാൻ പറ്റൂ. ഒച്ചയോ വെളിച്ചമോ ചലനമോ ഒന്നുമില്ലാത്തൊരു ശവപ്പറമ്പ്. ഇങ്ങനെ രണ്ടാമതൊരു ഡാർക്ക് ഏജ് വരുന്ന കാലഘട്ടത്തിനെയാണ് സയൻറ്റിസ്റ്റുകൾ കോസ്മിക് ഡാർക്ക് ഏജസ് എന്ന് വിളിക്കുന്നത്. എത്ര കാലമാണ് ഈ ഇരുട്ട് നീണ്ടു നിന്നതെന്നറിയാമോ? 100 1000 വർഷമല്ല, ഏതാണ്ട് 10 കോടി വർഷം. ഈ നീണ്ട കാലയളവിൽ പ്രപഞ്ചത്തിനകത്ത് പിന്നെ നിശബ്ദതയ്ക്കല്ലാതെ വേറൊന്നിനും സ്ഥാനമില്ല. പക്ഷെ അതൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് പറയാം. കാരണം ആ ഒരു ഹൈഡ്രജൻ മേഘങ്ങൾക്കിടയിൽ മാറ്റത്തിൻ്റെ വിത്തുകൾ ഗ്രാവിറ്റി ഇങ്ങനെ വിതയ്ക്കുന്ന സമയമാണ്. ഈ ഇരുട്ടിൽ പ്രകാശത്തിൻ്റെ ആദ്യത്തെ കണികകൾ രൂപപ്പെടാൻ വേണ്ടത് ഗ്യാസ് മാത്രമല്ല, അതിന് പിന്നിൽ ഒരു നിഗൂഢ ശക്തിയുടെ പ്രവർത്തനം ഉണ്ടാവണം. പ്രപഞ്ചത്തിലെ ഏറ്റവും രഹസ്യമായ ഒരു വസ്തുവാണ് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മളൊരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് പിന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മനുഷ്യരും എല്ലാം ചേർന്നാൽ പോലും നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആകെയുള്ള പദാർത്ഥത്തിൻ്റെ 5% മാത്രമേ വരൂ. ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും ഡാർക്ക് മാറ്ററാണ്. പിന്നെ കുറച്ച് ഡാർക്ക് എനർജി. നമുക്കതിനെ കാണാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല, ടെലസ്കോപ്പിന് അതിനെ കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ കോസ്മിക് ഡാർക്ക് ഏജസിൽ ഈ ഡാർക്ക് മാറ്റർ ആയിരിക്കണം അദൃശ്യനായ ഒരു ശില്പിയെപ്പോലെ പ്രവർത്തിച്ചത്. പ്രപഞ്ചത്തിൻ്റെ ഓരോ കോണിലും ഡാർക്ക് മാറ്റർ വലിയ വല വിരിക്കാൻ തുടങ്ങി. ആ വലയുടെ കണ്ണികളിലേക്ക് ഹൈഡ്രജൻ വാതകങ്ങളെ അത് സാവധാനം ഇങ്ങനെ വലിച്ചടുപ്പിച്ചു. ഹൈഡ്രജൻ ഗ്യാസ് തനിയെ ഒത്തുചേരാൻ കുറേ സമയമെടുക്കുമായിരുന്നു. എന്നാൽ ഡാർക്ക് മാറ്റർ കൂടി ഉള്ളതുകൊണ്ട് അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ വേഗത്തിൽ ഒത്തുചേർന്ന് അതിൻ്റെ വിശ്വരൂപം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഹൈഡ്രജൻ ആറ്റവും പരസ്പരം കെട്ടിപ്പിടിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ വാതക കൂട്ടങ്ങൾ ഭീമാകാരനായിട്ടുള്ള ക്ലൗഡ്സ്, മേഘങ്ങളായി മാറി. പ്രപഞ്ചത്തിൻ്റെ നിശബ്ദതയിൽ അദൃശ്യനായ ആ ശില്പി അങ്ങനെ നക്ഷത്രങ്ങളെ കൊത്തിയെടുക്കാൻ പാകത്തിനുള്ള മണ്ണ് വളർത്തിയെടുത്തു. ഈ ഡാർക്ക് മാറ്ററും ഹൈഡ്രജനും ഒക്കെ എവിടെയൊക്കെ ഒരുമിച്ച് കൂടിയോ അവിടെയെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാവി എഴുതപ്പെടാൻ തുടങ്ങി. അതായത് ഈ മേഘങ്ങൾ ഗ്രാവിറ്റിയുടെ ഭാരം താങ്ങാൻ കഴിയാതെ ഉള്ളിലേക്ക് തകർന്നു. അങ്ങനെ മാറ്റർ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചടുക്കി ഇറുക്കിയിരിക്കുമ്പോൾ അവിടെ ട്രിഗറിങ് ഉണ്ടാവും. അതായത് പ്രത്യേക തരത്തിലുള്ള ചൂട് രൂപപ്പെടാൻ തുടങ്ങും. കാരണം അവിടെ ഡെൻസിറ്റി കൂടുകയാണ്. നമ്മളൊരു ബൈസിക്കിൾ പമ്പ് ഉപയോഗിച്ച് കാറ്റടിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതേപോലെ പ്രസ്സാവുന്ന സമയത്ത് ചൂടുണ്ടാവും. ഇങ്ങനെ ഗ്യാസ് പ്രസ്സാവുമ്പോൾ അതിലെ ആറ്റങ്ങൾ വല്ലാത്ത സ്പീഡിൽ പരസ്പരം ഓടുകയും പരസ്പരം ഇടിക്കുകയും ആ ഇടിയിലൂടെ വലിയ വലിയ ചൂടുണ്ടാവുകയും ചെയ്യും. പക്ഷേ ഹൈഡ്രജൻ മേഘങ്ങളിൽ ഇങ്ങനെ ചൂടുണ്ടായി കഴിഞ്ഞാൽ, അതായത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഈ മേഘങ്ങൾ ചെറിയ ബിന്ദുവിലേക്ക് ഇങ്ങനെ അമർന്ന് അവിടെ താപനില ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആദ്യം 100 കണക്കിന് ഡിഗ്രി ആവും, 1000 ഡിഗ്രി ആവും, ലക്ഷക്കണക്കിന് ഡിഗ്രി ആവും. ഇങ്ങനെ ചൂട് കൂടി 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 ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ അതൊരു പ്രോട്ടോസ്റ്റാർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറും. അതായത് ഒരു യഥാർത്ഥ നക്ഷത്രമല്ല, മറിച്ച് ജനിക്കാൻ പോകുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ഭ്രൂണം അവിടെ രൂപപ്പെടും. ഇതിനുള്ളിൽ ഗ്രാവിറ്റി ഒരു രാക്ഷസനെ പോലെ ഹൈഡ്രജനെ ചതച്ചരയ്ക്കും. ഓരോ ആറ്റവും അടുത്തുള്ള ആറ്റത്തെ വെറുക്കും. കാരണം അത്രയ്ക്ക് തിരക്കും ചൂടുമാണ്, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മർദ്ദം കൂടി 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 അസഹനീയമായി മാറുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഇരുട്ടിൽ അങ്ങനെ നിന്ന് ഈ സ്റ്റാറുകൾ പതിയെ തീപ്പൊരി പോലെ തിളങ്ങാൻ ശ്രമിക്കും. പക്ഷേ യഥാർത്ഥ മാജിക് അപ്പോഴും തുടങ്ങിയിട്ടില്ല. ആ മാജിക് തുടങ്ങാൻ ഇനിയും ചൂട് ഉയരണം. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഏകദേശം ഒരു 20-30 മിനിറ്റിനിടയിൽ ഈ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ എങ്ങനെയാണ് സ്റ്റാറിൽ സംഭവിക്കുന്നത്, അതിന് നമ്മൾ ഹൈഡ്രജൻ എവിടെ നിന്ന് വന്നു എന്ന് പറയണം. അതിനുവേണ്ടി നമ്മൾ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പ്രപഞ്ചം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന സ്റ്റേജും ഒരു നക്ഷത്രം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന സ്റ്റേജും തമ്മിൽ മെർജ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇത്തരത്തിൽ ഞെരിഞ്ഞമരുമ്പോൾ ഒരു പോയിന്റിലെ ചൂട് 1 കോടി ഡിഗ്രി സെൽഷ്യസ് കടക്കുന്ന സമയത്താണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ മാജിക് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം അടുത്ത് വന്നാൽ അവയ്ക്ക് 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് എപ്പോഴും വികർഷിച്ച് പോകാനാണ് സാധ്യത. പക്ഷേ ഗ്രാവിറ്റി ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറി ഇവരെ ഫോഴ്സ് ചെയ്ത് ഓടിപ്പോകാൻ അനുവദിക്കാതെ പരസ്പരം അടുപ്പിച്ച് ഭീകരമായ ചൂടും കൂടെ കൊടുത്തപ്പോൾ അവർ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഈ ഇടിയിൽ അവരുടെ ഈ ഒരു വികർഷണം ഉണ്ടല്ലോ, പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ പോസിറ്റീവ് ന്യൂക്ലിയസും തമ്മിലുള്ള വികർഷണം തകർന്നു. 2 ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ഒത്തുചേർന്ന് അവരൊറ്റ ശരീരമായിട്ട് മാറാൻ തുടങ്ങി. ഇതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ കൂടിച്ചേരലിൽ ആറ്റം തൻ്റെ ശരീരത്തിലെ ഒരു കുഞ്ഞു ഭാഗത്ത് ബലി കഴിപ്പിച്ചു. ആ കുഞ്ഞു മാസ് അങ്ങനെ ഊർജ്ജമായി
പുറത്തേക്ക് കുതിച്ചു. അടുക്കാൻ നിൽക്കാത്തവർ രണ്ടുപേരെ അടുപ്പിച്ച് വളരെ അടുപ്പിച്ച സമയത്ത് അവർ കൂടിച്ചേരും. ഗതികെട്ട് കൂടിച്ചേരുന്ന സമയത്ത് ആ കൂടിച്ചേരുന്ന പ്രോസസ്സിൽ കുറച്ച് മാറ്റർ എനർജി ആയിട്ട് മാറും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഐൻസ്റ്റീൻ്റെ E=mc² അങ്ങനെ ആകാശത്ത് ആദ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. കോടിക്കണക്കിന് വർഷത്തെ ഇരുട്ടിനെ ചീന്തി എറിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും ആദ്യത്തെ നക്ഷത്രം അങ്ങനെ കണ്ണു തുറന്നു. അതൊരു സാധാരണ കാഴ്ചയായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ സൂര്യനേക്കാൾ 100-ലധികം ഇരട്ടി വലിപ്പമുള്ള ഒരു ഭീകരമായ നീല നക്ഷത്രം. അതിൻ്റെ പ്രകാശം പ്രപഞ്ചത്തിലൂടെ ഒരു സുനാമി പോലെ ഒഴുകി. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ കോസ്മിക് ഡോൺ അഥവാ പ്രപഞ്ചത്തിൻ്റെ പ്രഭാതം എന്ന് വിളിക്കുന്നത്. ഇരുണ്ട മുറിയിൽ ലക്ഷക്കണക്കിന് മെഴുകുതിരികൾ ഒരേ സമയം തെളിയുന്നത് പോലെ ഇത് പെട്ടെന്ന് പ്രപഞ്ചത്തിലൊരു വലിയ വെളിച്ചം വിതറി. അങ്ങനെ ഓരോ ഗാലക്സി കേന്ദ്രങ്ങളിലും നക്ഷത്രങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കത്താൻ തുടങ്ങി. അങ്ങനെ പ്രപഞ്ചം അക്ഷരാർത്ഥത്തിൽ കണ്ണു തുറന്നു. ഈ ആദ്യ നക്ഷത്രങ്ങളെയാണ് നമ്മൾ പോപ്പുലേഷൻ 3 സ്റ്റാർസ് എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് ഇന്നത്തെ നക്ഷത്രങ്ങളിൽ നിന്ന് വലിയൊരു വ്യത്യാസമുണ്ട്. ഇന്നത്തെ നക്ഷത്രങ്ങളിൽ ഇരുമ്പും കാർബണും ഒക്കെ ആയിട്ടുള്ളൊരു സമ്മിശ്രം ചെറിയ അളവിലുണ്ടെങ്കിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ ശുദ്ധമായ ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടവയാണ്. ചെറിയ തോതിൽ ലിഥിയം ഉണ്ടോ എന്നെനിക്കറിയില്ല. മേ ബി പ്രപഞ്ചത്തിലുള്ളതുകൊണ്ട് അവിടെ വന്നെങ്കിലാകാം. അവരുടെ ഒരു മെയിൻ ഫ്യൂൽ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഭീകരമായ വലിപ്പമുണ്ട്. ആലോചിച്ച് നോക്കിയേ, വേറെ നക്ഷത്രങ്ങളൊന്നും പ്രപഞ്ചത്തിൽ ഇല്ല. പക്ഷേ പ്രപഞ്ചത്തിന് ആവശ്യം പോലെ ഹൈഡ്രജനും ഹീലിയം ഉണ്ട്. അപ്പോൾ അത് കൂടിച്ചേർന്ന് നക്ഷത്രങ്ങളായി രൂപപ്പെടുമ്പോൾ പരമാവധി ഹൈഡ്രജനും ഹീലിയം കൂടിച്ചേരും. അതുകൊണ്ട് അവർ വലിയ നക്ഷത്രങ്ങളായി മാറും. നമ്മുടെ സൂര്യനെ പോലെ 10 പേരുണ്ടെങ്കിൽ എത്രത്തോളം വലിപ്പം ഉണ്ടാവുമോ അത്രയും മടങ്ങ് വലിപ്പമോ അതിലധികം വലിപ്പമുള്ളതുമായ നക്ഷത്രങ്ങളുണ്ടാവും. പക്ഷേ വലിപ്പം കൂടുമ്പോൾ അവരുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ കൂടുതലായിരിക്കും, ഭീകരമായി തിളങ്ങും. പക്ഷേ അതിനനുസരിച്ച് ആയുസ് കുറയും. നമ്മുടെ സൂര്യൻ ഒരു 1000 കോടി വർഷം കത്തുമെങ്കിൽ ഈ നക്ഷത്രങ്ങൾ വെറും 30-40 ലക്ഷം വർഷം മാത്രമേ ഇഗ്നൈറ്റ് ചെയ്യൂ. ഭ്രാന്തമായ വേഗത്തിൽ ഹൈഡ്രജൻ ഇങ്ങനെ കത്തിച്ച് തീർക്കും. സ്വർണത്തിന് പകരം കൽക്കരി കത്തിക്കുന്ന ഒരു അടുപ്പ് പോലെ അവരിങ്ങനെ എരിഞ്ഞു തീരും. പക്ഷേ ഈ ചെറിയ ആയുസിനുള്ളിൽ അവർ ചെയ്തൊരു കാര്യം പ്രപഞ്ചത്തിൻ്റെ വളരെയധികം സ്വഭാവത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതായത് ആദ്യകാല പ്രപഞ്ചത്തിൽ വെളിച്ചം നൽകുക എന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവരൊരു കെമിക്കൽ ലാബാണ്. അതായത് ബിഗ് ബാങ്ങിന് ശേഷം ഹൈഡ്രജനും ഹീലിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന മൂലകങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ നമ്മുടെ ആഭരണമായ സ്വർണവും വീടുണ്ടാക്കുന്ന ഇരുമ്പും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനുമൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആദ്യത്തെ പോപ്പുലേഷൻ 3 സ്റ്റാർസ്. നക്ഷത്രങ്ങളുടെ ഉള്ളിലെ ആ അതിഭീകരമായിട്ടുള്ള ചൂടിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് പുതിയ പുതിയ മൂലകങ്ങൾ ജനിക്കാൻ തുടങ്ങി. ഹൈഡ്രജൻ കൂടിച്ചേർന്ന് ഹീലിയമായി. അങ്ങനെ കുറേ കഴിയുമ്പോൾ ഈ ഹീലിയത്തിന് പിന്നെ ഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനെ ഹീലിയം നിർബന്ധിതരായിട്ട് വീണ്ടും ഫ്യൂസ് ചെയ്ത് കാർബണായി മാറി. കാർബണും ഹീലിയവും ചേർന്ന് ഓക്സിജനായി. അങ്ങനെ ഒരു ചങ്ങല പോലെ പീരിയോഡ് ടേബിളിൽ കാണപ്പെടുന്ന ആദ്യത്തെ കുറേ മൂലകങ്ങൾ അങ്ങനെ ജനിച്ചു. ഒരു നക്ഷത്രം ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ മൂലകങ്ങൾ ഇങ്ങനെ പാകപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് ഒരു സ്റ്റാറിന് നമ്മൾ വെട്ടിക്കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ലെയറിലും ഓരോ മൂലകങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. അതിൻ്റെ സെൻറ്ററിലാണ് പ്രോസസ്സ് നടക്കുന്നതെങ്കിലും ഇതിങ്ങനെ എലമെൻറ്റുകൾ ഉണ്ടാക്കി ഒരു ഇരുമ്പ് വരെ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ജീവന് വേണ്ട സകല ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു ആദ്യകാല നക്ഷത്രങ്ങൾ. പക്ഷേ ഈ മൂലകങ്ങൾ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്നാൽ പോരല്ലോ, അവയ്ക്ക് പുറത്തേക്ക് വരണം. അതിനുള്ളൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവരുടെ ഇന്ധനം മാക്സിമം കത്തിത്തീരുമ്പോൾ അവ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ സൈസിനനുസരിച്ച് അവയുടെ എനർജി തീരുക എന്നുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് പറയാനുള്ള സമയമായിട്ടില്ല. പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ നക്ഷത്രത്തെക്കുറിച്ചും ആ ആദ്യത്തെ നക്ഷത്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ വലിയ ഡോക്യുമെൻ്ററി ആയിട്ട് ഇനിയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിവിടെ നിർത്തുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് സംസാരിക്കണം, ന്യൂട്രോൺ സ്റ്റാറുകളെ കുറിച്ച് സംസാരിക്കണം, പ്ലാനറ്റ്സിനെ കുറിച്ച് സംസാരിക്കണം, അങ്ങനെ എത്രയോ കാര്യങ്ങൾ. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഈ ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ നടന്നതും അതുവഴി എലമെൻ്റ് ഉണ്ടായതിൻ്റെയും ഒരു പോയിൻ്റ് പറഞ്ഞുകൊണ്ട് ഈ വലിയ ജൈത്രയാത്രയിൽ ഞാനൊരു എൻഡ് താൽക്കാലികമായിട്ട് ഇടുകയാണ്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയിരുപ്പിന് കേട്ടവരുണ്ടായിരിക്കാം, പോഡ്കാസ്റ്റ് പോലെ കാറിലോ മറ്റോ കേട്ടോ ഹെഡ്സെറ്റ് വെച്ചോ കേട്ടവരുണ്ടായിരിക്കാം, ഘട്ടം ഘട്ടമായിട്ട് കണ്ടവരുണ്ടായിരിക്കാം. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ കണ്ടിന്യൂഷന് വേണ്ടി ക്ഷണിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ ഇതിനേക്കാൾ നന്നായിട്ട് പ്രപഞ്ചത്തിൻ്റെ മഹാകഥയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അടുത്ത ഭാഗം വരും. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റാറിനെ കുറിച്ചും എന്താണ് സ്റ്റാർ എന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇനി അടുത്ത കഥകളിൽ ഇതിനേക്കാൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ നമുക്കറിയാം, സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നിനെക്കുറിച്ച് പറയാതെ അടുത്തതിനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇതിൽ ഞാൻ ആൾറെഡി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഇത് ഓരോന്നും ഓരോ ഡോക്യുമെൻ്ററിയാണ്. ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ വിശദീകരിക്കാനും എനിക്ക് സമയം വേണം. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ അത് ബാധിക്കില്ല. ഞാനും എൻ്റെ എഡിറ്റോറിയൽ ടീമും
അഹോരാത്രം പണിയെടുത്താണ് ഇത്തരം കണ്ടൻറ്റുകൾ ഇറക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. മാത്രമല്ല, നമ്മൾ നല്ല നല്ല കോഴ്സസും നല്ല നല്ല ബ്ലോഗുകൾ എഴുതുന്നുണ്ട്. ബ്ലോഗ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് അതിൽ കയറി വായിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനേക്കാൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് എന്നിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് പേജ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് കോഴ്സുകൾ ഇട്ടിട്ടുണ്ട്. ഈ കോഴ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് courses.jrstudioedu.com എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈനിൽ കാണാൻ പറ്റും. അതിനകത്ത് കയറുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ വൈകാതെ പുതിയ പുതിയ കമ്മ്യൂണിറ്റികളും മറ്റും നിർമ്മിക്കുന്നുണ്ട്. ഇതിനെ നമുക്കൊരു സിസ്റ്റമാക്കി മാറ്റണം, നോളജ് സിസ്റ്റം. നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാവണം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ.